ലൈറ്റർ ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോർ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ 305ാമത് ലൈവ് വെബിനാറാണല്ലോ ഇന്നിവിടെ ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. ഒരു നല്ലൊരു കൂട്ടം കഴിഞ്ഞ 5 വർഷത്തിലധികമായി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഈ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ വെബിനാറിനെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പറയുവാനായിട്ട് കാരണം, സ്ഥിരമായി ഈ വെബിനാറിൽ കയറുന്ന ഒരു നല്ലൊരു കൂട്ടം ശ്രോതാക്കൾ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിനുണ്ട്. എത്രയധികം കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള തിരക്കുകളുണ്ടെങ്കിൽ തന്നെയും അതൊക്കെയും മാറ്റിവെച്ച് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ വെബിനാറുകൾ സാഗൂതം കേൾക്കുകയും അതിനോടൊക്കെയും പ്രതികരിക്കുകയും ചെയ്യുന്ന നല്ലൊരു വിശ്വാസ സമൂഹം നമുക്കുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നും അപ്രകാരം ഒരു പുതിയ വിഷയമായിട്ട് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ വെബിനാർ ആരംഭിക്കുകയാണല്ലോ. ഇന്ന് വെബിനാറിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും എല്ലാവരെയും ദൈവനാമത്തിൽ പ്രാരംഭമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ വെബിനാറുകൾ ആരംഭിക്കുന്നത് പ്രാരംഭ ഗാനത്തോടും അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയോടും കൂടെയാണ്. അപ്രകാരം ഇന്ന് നമുക്ക് പ്രാരംഭ ഗാനത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകുന്നത് നമ്മൾക്കെല്ലാവർക്കും പരിചിതനായ രഞ്ജിത് സാറും കുഞ്ഞുമോൾ മാഡവും ചേർന്നിട്ടാണ് പ്രാരംഭ ഗാനം പാടുന്നത്. അവരിലൊരാൾ പിന്നീട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മളുടെ എല്ലാവർക്കും അവരെ പ്രത്യേകിച്ച് അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെയും വളരെ മനോഹരമായ ഗാനങ്ങളിലൂടെ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിലൂടെ നമുക്ക് അവരെ ശ്രവിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒത്തിരിയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഇപ്രകാരം വരുവാനായിട്ട് കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, മുൻപ് ദുബായ് മാർത്തോമ ഇടവക ഗായക സംഘത്തിന്റെ ലീഡറായിരുന്നു. ഒരു നല്ല ഗാനരചയിതാവാണ്, നല്ല സംഗീതം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രഞ്ജിത് സാറും അതുപോലെ തന്നെ കുഞ്ഞുമോൾ മാഡവും ചേർന്ന് പാടിയ ഒത്തിരി ഗാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാറിൻ്റെ അനേകം പാട്ടുകൾ നമ്മളുടെ മാരാമൺ കൺവെൻഷനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആത്മീയ രംഗത്ത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധ വലിപ്പിച്ച് നിൽക്കുന്ന രണ്ടുപേരോടുമുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇന്ന് പ്രാരംഭ ഗാനത്തിനും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും വേണ്ടിയിട്ട് രണ്ടുപേരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. ഒരു പ്രാവശ്യം കൂടെ ഈ വെബിനാറിൽ പങ്കെടുത്ത് പാട്ട് പാടുവാനായിട്ട് അവസരം തന്നിരിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ചുമതലക്കാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഞങ്ങൾ പാടുന്നത് ഈ വർഷത്തെ പുതിയ മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ 76ാമത്തെ പാട്ട്, കരുതുന്ന കർത്തൻ കൂടെയുണ്ട് എന്ന പാട്ടാണ്. ഇത് ട്യൂൺ ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതനായ നൈസാണ്. അതുകൊണ്ട് ആ പാട്ട് പാടുന്നതിൽ കൂടുതൽ സന്തോഷമുണ്ട്. പാടാം. മലമുകളിൽ മരക്കുരിശിൽ ജീവ
ചാടിക്കുന്നൊരിടയനവൻ. നന്മകൾ ചൊരിയുന്ന സ്നേഹമവൻ, ഏഴകളിൽ മനമറിയുന്നവൻ. നന്മകൾ ചൊരിയുന്ന സ്നേഹമവൻ, ഏഴകളിൽ മനമറിയുന്നവൻ. മനമുരുകും മനുജനെന്നും ചാരേ വരും പ്രിയ സ്നേഹിതനായി. മനമുരുകും മനുജനെന്നും ചാരേ വരും പ്രിയ സ്നേഹിതനായി. പ്രാർത്ഥനയ്ക്കുത്തരം നൽകിടുന്നതാ യേശുവിൻ സ്നേഹത്തിൽ ആശ്രയിക്കാം. കരുതുന്ന കർത്തൻ കൂടെയുണ്ട്, കൃപ ചൊരിഞ്ഞവനെന്നും അരികിലുണ്ട്. ഊരിൽ മൂടിയ വേളകളിൽ കാലിന് ശോഭിത ദീപമവൻ. നിന്റെ താഴ്ചകളിൽ നിന്റെ വീഴ്ചകളിൽ കരം പിടിച്ചടയ്ക്കുന്നൊരിടയനവൻ. നിന്റെ താഴ്ചകളിൽ നിന്റെ വീഴ്ചകളിൽ കരം പിടിച്ചടയ്ക്കുന്നൊരിടയനവൻ. നിന്റെ താഴ്ചകളിൽ നിന്റെ വീഴ്ചകളിൽ കരം പിടിച്ചടയ്ക്കുന്നൊരിടയനവൻ. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സ്തോത്രം. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ ലൈറ്റ് ടു ലൈറ്റ് വെബിനാറിൽ പങ്കെടുക്കുവാൻ തന്നിരിക്കുന്നതായിട്ടുള്ള കൃപയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം ഞങ്ങളെ എല്ലാവരെയും യഥാസ്ഥാനങ്ങളിൽ സൗഖ്യത്തോടും ആരോഗ്യത്തോടും സമാധാനത്തോടും കാത്തു പരിപാലിച്ച് വീണ്ടും ഈ ആഴ്ചത്തെ വെബിനാറിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് നടക്കുന്നതായിട്ടുള്ള ഈ വെബിനാർ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ ചുമതലക്കാരെ സന്നിധിയിൽ തരുന്നു. അവരിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള നല്ല നേതൃത്വത്തിനായിട്ട് എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് ഇതിന് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടുള്ള പ്രിയദാസൻ അച്ഛന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വിവിധ നിലകളിൽ അച്ഛനെ എടുത്ത് അവിടെ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നല്ല നേതൃത്വം നൽകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന നല്ല ദൂത് അച്ഛനിലൂടെ ലഭിക്കാൻ ഞങ്ങൾ അച്ഛനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെയും കർത്താവെ അവിടുന്ന് മതിയായവനായിട്ട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോടും പറയുവാൻ നിവൃത്തിയില്ലാതെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുന്ന അനേകരുണ്ടല്ലോ കർത്താവെ, അവരുടെ ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ രോഗികളായിട്ട് കഴിയുന്നവരെ സന്നിധിയിൽ തരുന്നു. രോഗികൾക്ക് സൗഖ്യവും ആരോഗ്യം നൽകുവാൻ അവിടുന്ന് മാത്രമാകുന്നല്ലോ. ഞങ്ങളുടെ രോഗികളോട് കരുണ ചെയ്യണമേ. പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും ബലവും ആരോഗ്യം നൽകി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിൽ ബലം ക്ഷയിക്കുമ്പോൾ അവിടുത്തെ ബലമുള്ള കാര്യങ്ങൾ താങ്ങി നടത്തണമേ, കൂടുതലായി ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ആദ്യ അവസാനം അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരുന്ന പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കൃപകളാൽ നിറയ്ക്കണമേ. എല്ലാം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. താങ്ക് യു രഞ്ജി സാർ ആൻഡ് കുഞ്ഞുമോൾ മാഡം. വളരെ അനുഗ്രഹീതമായ അതുപോലെ തന്നെ നല്ല അർത്ഥസമ്പുഷ്ടമായ ഒരു ഗാനവും അതുപോലെ തന്നെ വളരെ അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനയും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ തുടക്കം എപ്പോഴും നല്ലതാണെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളുമൊക്കെയും വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കും. അങ്ങനെ പ്രകാരം ഒരു ദൈവിക സാന്നിധ്യം വിളിച്ചോതുന്ന അനുഗ്രഹീതമായ ഗാനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും നടത്തിയ രണ്ടുപേരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ ഈ 305-ാമത്തെ ലൈവ് വെബിനാറിൽ നമ്മൾ ചിന്തിക്കുന്ന വിവര വിസ്ഫോടന യുഗത്തിൽ കുടുംബങ്ങൾ ചതിക്കുഴിയിൽ വീഴാതെ സൂക്ഷിക്കുക എന്നുള്ള വിഷയമാകുന്നുവല്ലോ. ഏതായാലും തികച്ചും കാലിക പ്രസക്തവും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇന്ന് നമുക്ക് മോഡറേറ്ററായിട്ടിരിക്കുന്നത് മാർത്തോമാ സഭയിലെ പട്ടക്കാരനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റെജി ഡാൻ കെ ഫിലിപ്പോസ് അച്ഛനാണ്. അച്ഛൻ ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ ഒരു നല്ല സ്നേഹിതനാണ്. അച്ഛനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്.
എന്നാൽ ഒത്തിരി സമയം എടുക്കാതെ വളരെ ചുരുക്കമായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ പരിചയമുള്ളവരുണ്ട്. എന്നാൽ ആർക്കെങ്കിലും അച്ഛനെ പരിചയമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛനെ പരിചയപ്പെടുത്തുവാനായിട്ട് കുറച്ച് സമയം ഉപയോഗിച്ചുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു നല്ല എഴുത്തുകാരനും അതുപോലെ തന്നെ അതിലുപരി ഒരു നല്ല കലാകാരനും കൂടിയാണ്. മർത്തോമാ സഭയിലെ തന്നെ പുരോഗമന ചിന്താഗതിക്കാരനായ പട്ടക്കാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ചിലതാണ് കുഞ്ഞരിപ്രാവിനെ നെഞ്ചിലേറ്റിയവർ, സാധ്യതയുടെ വാതായനങ്ങൾ എന്നിവ. അതുപോലെ തന്നെ തിരികെയും നേരത്ത് എന്ന ഒരു പുസ്തകം ബഹുമാനപ്പെട്ട രജിയച്ചനും അതുപോലെ തന്നെ ഷിബു എം തോമസും ചേർന്ന് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3D അനോമോർഫിക് പെയിന്റിംഗ് 4 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 130 പേരുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച യജ്ഞത്തിൽ ആർട്ട് കോർഡിനേറ്ററായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ബഹ്റിൻ ന്യൂ ഹൊറൈസൺ സ്കൂളിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് മലയാളിയായ കലാകാരൻ ശ്രീ ലിന്നേഷ് അഗസ്റ്റിനെ നേതൃത്വം നടത്തിയ ഈ വലിയ പെയിന്റിംഗ് സംരംഭം ഗിന്നസ് വേൾഡ് ബുക്ക് റെക്കോർഡിൽ സ്ഥാനം നേടിയിട്ടുണ്ട് എന്നുള്ളതും വളരെയധികം സന്തോഷമാണ്. അച്ഛൻ രാജസ്ഥാനിലെ ജയ്പൂർ മിഷൻ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ മിഷൻ എന്നീ മിഷനുകളിൽ മിഷണറിയായും അതുപോലെ ദാസനക്കര ഗിരി ജ്യോതി ട്രൈബൽ പ്രോജക്ട് ഡയറക്ടറായും കോഴിക്കോട് ഹോസ്പിറ്റൽ ഗൈഡൻസ് സെന്റർ ഡയറക്ടറായും മുംബൈ ഡൽഹി ഭദ്രാസന കൗൺസിൽ അംഗമായിട്ടും ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ YMCAയുടെ 1990 YMCA സൗത്ത് വെസ്റ്റ് റീജിയൻ കാർട്ടൂൺ മത്സരത്തിൽ അച്ഛൻ 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പ്രത്യേക വിഷയത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ എന്തുകൊണ്ടും യോഗ്യനാണ് മോഡറേറ്ററായിട്ട് ഇരിക്കുവാനായിട്ട് ഒത്തിരിയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ ഇടയാറമുള്ള ലാഹ ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് പ്രവർത്തിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ മോഡറേറ്ററായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രത്യേകിച്ചും ഈ ലൈറ്റ് ടു ലൈറ്റൻ ഗ്രൂപ്പിന്റെ ഈ കൂടിവരവിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരുവാൻ സാധിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ എപ്പോഴും കയറാൻ സാധിക്കുന്നില്ല, എന്നാൽ ഒരു ചില സമയത്തൊക്കെ എനിക്കും പങ്കുചേരാൻ ഒരു അവസരം കിട്ടുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം ഈ വിവര വിസ്ഫോട യുഗത്തിൽ വളരെ ചതിക്കുഴികളൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളല്ലേ നമ്മൾ വ്യക്തികളായി എങ്ങനെ അത്തരം അനുഭവങ്ങളിൽ ചെന്ന് പതിക്കാതിരിക്കാനായിട്ട് ഉള്ള ഒരു അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ എബി തോമസ് അച്ഛനാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. അച്ഛന് പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരം ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നൽകിയിരുന്നല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ മർത്തോമാ സഭയിലെ വൈദികനായി സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം കൊറിയയിൽ അവിടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് പ്രവർത്തിച്ചു. വിവിധ രംഗങ്ങളിൽ പ്രത്യേകിച്ചും വിവിധ വിഷയങ്ങളിൽ ഒരുമിച്ച് ഏറ്റവും നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഏത് വിഷയത്തെക്കുറിച്ചും പ്രത്യേകിച്ചും ന്യൂറോ സയൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ നല്ലോണം സംസാരിക്കാൻ ബഹുമാനപ്പെട്ട അച്ഛന് സാധിക്കും. അച്ഛൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ 93-97 കാലയളവിലാണ് സെമിനാരിയിൽ പഠിക്കുന്നത് കോട്ടയത്ത്. അവിടെ ചെല്ലുമ്പോൾ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ എടുക്കുമ്പോൾ 2 പേരുടെ പേര് അവിടെ മിക്ക പുസ്തകത്തിലും കാണാം. ഒന്ന് എബി അച്ഛൻ്റെ പേര്, ഒന്ന് സണ്ണി ജോർജ് അച്ഛൻ്റെ പേരാണ്. അവർ കടന്നു പോയിട്ടില്ലാത്ത പുസ്തകങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ബന്ധം അന്ന് തൊട്ട് ഇങ്ങനെ വായന അതൊക്കെ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അത് ഇപ്പോൾ അതിന് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു സമയമല്ല. എന്നിരുന്നാലും ഒരു സംഭവം ഓർക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഒരു സമയത്ത് അദ്ദേഹത്തെ ഒഴിവാക്കിയതായ ആൾക്കാരൊക്കെ കൊറിയയിൽ ചെല്ലുമ്പോൾ ആ വ്യക്തികളെയൊക്കെ സ്വീകരിക്കാൻ അദ്ദേഹമാണ് സിയോൾ അവിടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക കാര്യമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഷിബു കെ എബ്രഹാമിൽ കൂടിയാണ് അച്ഛനുമായിട്ട് കൂടുതൽ അടുക്കാൻ ഇടയായി തീർന്നത്. പിന്നീട് ഇപ്പോൾ ബെഞ്ചമിനിലൂടെയും അച്ഛനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ അടുത്ത സമയത്ത് മെയ് 11 ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഒരു യങ്ങായിട്ടുള്ള ജോർജി മരിച്ചപ്പം ബഹുമാനപ്പെട്ട അച്ഛൻ തിരുവനന്തപുരത്തു നിന്ന് യാത്ര ചെയ്ത് കറിക്കാട്ടൂര് വരെ വന്ന് അന്ന് ആ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. അച്ഛൻ്റെ ആ സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നതിൽ
ബന്ധങ്ങളിൽ ഇത്രയും പഠനങ്ങളൊക്കെ നടത്തുമ്പോഴും ആ സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നതിൽ അച്ഛൻ കാണിക്കുന്ന താല്പര്യത്തെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും ഈ വിഷയത്തിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. അതിലേക്ക് ബഹുമാനപ്പെട്ട എബി അച്ഛനെ സ്വാഗതം ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ശബ്ദം ക്ലിയർ ആണ് എന്ന് കരുതുന്നു. 305 ആഴ്ചകള് മുറിവില്ലാതെ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. എന്നാൽ ലൈറ്റ് ടു ലൈറ്റൺ ടീമിന്റെ ചുമതലയിൽ കഴിഞ്ഞ 305 ആഴ്ചകളായി ശനിയാഴ്ചകളിൽ ഇതേപോലെ സ്തുത്യർഹമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അതിന് ഇടനൽകിയ ദൈവം തമ്പുരാനെ സ്തുതിക്കുകയും അതിന് ചുമതല എടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയും ചെയ്യും. വളരെ കാലികമായിട്ട് നമ്മുടെ ആളുകളെ കരുതുന്ന ഒരു വിഷയം ആണ് ഇന്ന് നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ, വിവര വിസ്ഫോടനത്തിന്റെ കാലത്തില് അതൊരുക്കുന്ന ചതിക്കുഴികളിൽ വീണു പോവാതെ ഇരിക്കാനായി കുടുംബങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ വലിയൊരു വിഷയം. പക്ഷെ ഒരു കുടുംബത്തിന്റെ ചുമതലയിലേക്ക് മാത്രമായിട്ട് അതിനെ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ സെഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം 4 മാസം റെഗുലറായിട്ടുള്ള പഠനത്തിൽ വിദേശത്തെ ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പഠിച്ച ടവോയിസ്റ്റ് കൗൺസിലിങ്ങിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ചില ആശയങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ചില ആശയങ്ങൾ അല്പം ആലോചനയ്ക്കോ ഡിസ്കഷനോ ഒക്കെ വിധേയമാക്കേണ്ടത് ഉണ്ടായിരിക്കും. എന്താണ് നമ്മുടെ വിഷയം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, മൊബൈൽ, സ്ക്രീൻ ടൈം ഇവയൊക്കെ വളരെ കൂടുതൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ തലമുറയ്ക്ക് പുതിയ തലമുറയെക്കുറിച്ചുള്ള ഒരു വലിയ സങ്കടവും ഒരു വലിയ ഉത്കണ്ഠയും അതാണ്. പ്രത്യേകിച്ച് ജെൻസി, ജെൻ ആൽഫ 1995 മുതൽ 2009 വരെ ജനിച്ചവരെയാണ് പൊതുവെ ജെൻ ഇസഡ്, ജെൻസി എന്നും 2010 ശേഷം ഇങ്ങോട്ടുള്ളവരെ ജെൻ ആൽഫ എന്നുമാണ് പറയുന്നത്. അവരുടെ ചിന്തകളെയും സ്വഭാവങ്ങളെയും രീതികളെയും ഒക്കെ വളരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് ഇന്റർനെറ്റ്. ഇതിനെ സംബന്ധിച്ചുള്ള ചില പ്രധാന പോയിന്റുകൾ ആദ്യം പറയുകയും എങ്ങനെയൊക്കെ ഒരു പരിഹാരം ഇതിന്റെ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യമാണ് എന്നറിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിഷയമായിട്ടുള്ളത്. ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും നന്മയും തിന്മയും ഉണ്ടാവും. അതുകൊണ്ട് ഇക്കാര്യവും ദോഷം മാത്രമുള്ളതോ ഗുണം മാത്രമോ ഉള്ളതല്ല. ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ മരിച്ചു പോയ വിവരം അമേരിക്കയിലേക്ക് പറയാനായിട്ട് എൻ്റെ 15ാമത്തെ വയസ്സിൽ അന്ന് അവിടുന്ന് ടാക്സി പിടിച്ച് ചിറ്റാറിലെ വയ്യാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ടാക്സി പിടിച്ച് തിരുവനന്തപുരത്ത് വന്ന് ഒരു രാത്രി മുഴുവൻ കാത്തിരുന്നിട്ട് അമേരിക്കയിലേക്ക് 2 മിനിറ്റ് നേരം കോൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. എന്താ അങ്ങനെ ചെയ്യാനായിട്ട് കാര്യമെന്ന് ചോദിക്കും. ആരെ വിളിക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ അതിനുള്ള പരിപാടികളുണ്ട്. ലോകത്ത് എവിടെയുമുള്ള ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിളിക്കാനായിട്ട്. അതൊരു സൗകര്യമാണ് ഇന്റർനെറ്റ് ചെയ്തത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങൾ പഠിക്കുന്നതിനും അത് ഏതൊക്കെ തിരഞ്ഞെടുക്കണം, എവിടെയൊക്കെ കിട്ടും, എങ്ങനെയൊക്കെ അത് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ അറിയുന്നതിന് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുന്നതിനും ഒക്കെ നമ്മളെ സഹായിച്ചത് ഈ കമ്പ്യൂട്ടറും മൊബൈലും ഇന്റർനെറ്റും ഒക്കെയാണ്. പിന്നെ വളരെയേറെ സൗകര്യം, കൺവീനിയൻസ് ഈ നെറ്റ് നമ്മൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ഗുണങ്ങളായിട്ട് പറയാനുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ഗുണപരമായ കാര്യത്തെക്കാൾ ഏറെ അതിൻ്റെ പരിമിതികൾ, ദോഷങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് കാണുന്നുണ്ട്. 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, അതിൻ്റെ കോഗ്നിറ്റീവ് ഓവർലോഡ്, അറിയേണ്ടതും അറിയേണ്ടാത്തതും എല്ലാം അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. ഫോമോ, മിസ്സിങ് ഔട്ട് എന്നുള്ള ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്, അയ്യോ ഞാനത് അറിഞ്ഞില്ലെങ്കിൽ കൂട്ടുകാരെല്ലാതെ അറിഞ്ഞു കഴിഞ്ഞു, ഞാൻ അറിയണം, ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പോയി.
അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാ വിവരങ്ങളും ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് നോക്കാതെ തലയിലേക്ക് വലിക്കുന്നു. അതുകൊണ്ട് അറ്റൻഷൻ സ്പാൻ, അവരുടെ ശ്രദ്ധയ്ക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ നെറ്റിനെ കുറിച്ച് പറയുന്ന ഒരു പരാധീനത എക്കോ ചേംബേഴ്സ് എന്നറിയപ്പെടുന്ന കാര്യം. ഇപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് കരുതും. എനിക്ക് ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സിനെ വരെ വെക്കാനായിട്ട് പറ്റും. ഇനി ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഇതെല്ലാം ഇൻസ്റ്റായും ഒക്കെ ഒരു മാനേജ്മെന്റിന്റെ ആണെങ്കിലും വയസ്സന്മാരുടെ ആണ് ഫേസ്ബുക്ക്, ഞങ്ങള് ന്യൂജൻ പിള്ളേരുടെയാണ് ഇൻസ്റ്റ എന്നൊക്കെ കരുതാറുണ്ട്. ഇതെല്ലാം ഒരു കമ്പനിയുടെ അത് മൂന്നും. അപ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുക, മുഴുവൻ നേരം ഓൺലൈനായിട്ടിരിക്കുക. അതുകൊണ്ട് എന്ത് പറ്റും, എനിക്കൊരു പാർട്ടിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പതിയെ പതിയെ ഞാൻ എൻ്റെ പാർട്ടിക്കാരല്ലാത്തവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്ന് കുറെ കഴിയുമ്പോൾ എന്ത് പറ്റും, എൻ്റെ ആശയം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ചിന്തകൾ, അതിനെ മാത്രം പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം ആളുകൾ എൻ്റെ ചുറ്റും ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ചിന്ത മാത്രമാണ് ലോകത്തുള്ള ചിന്ത എന്നറിയപ്പെടത്തക്കത് എക്കോ ചേംബർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അങ്ങനെ ഒരു കുടുക്കിനകത്ത് നമ്മൾ പെട്ടുപോകാൻ സാധ്യതയാണ്. പിന്നീടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് അറിയാം, നാട്ടിൽ വളർന്നവരാണെങ്കിൽ നമുക്കിപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം, നമ്മൾ ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ന് എഴുതിയ നോട്ട് ഒന്ന് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഏറ്റവും അടുത്തുള്ള ആളിൻ്റെ അവിടെ വരെ നടന്നോ സൈക്കിളിലോ പോകണം, വാങ്ങിച്ചുകൊണ്ട് വരണം, എഴുതിയിട്ട് നാളെ കൊണ്ട് തിരിച്ചു കൊടുക്കണം. ഇന്നതൊന്നുമില്ല. അതിങ്ങോട്ട് അയച്ച് ടൈപ്പ് ചെയ്താൽ 20 സെക്കൻഡിനകം ഇന്നത്തെ നോട്ട് മുഴുവനും നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഓൺലൈനിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റുന്നു, ടോക്സിക് ആയിട്ടുള്ള കണക്ഷൻസും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ പേരും മാതാപിതാക്കളായതുകൊണ്ട് അതിനെ കൂടെ അല്പം കൂടെ തുറന്ന് പിന്നീട് സംസാരിക്കുക. ഇപ്പോൾ ഓൺലൈൻ ബിഹേവിയർ, ടോക്സിക് ബിഹേവിയറിനകത്തേക്ക് വീണു പോകുന്നു. ഇത് അറിയേണ്ടതാണോ അറിയേണ്ടാത്തതാണോ എന്നുള്ളത്. TV ആണെങ്കിൽ പൊതുവെ നമ്മുടെ വീടുകളിൽ പബ്ലിക് സ്പേസിലായി ഇരുന്നിരുന്നു. അതുകൊണ്ട് TVക്കകത്ത് വരുന്നതിന് നേരെ മുതിർന്നവർക്ക് ഒരു കൺട്രോൾ ഉണ്ട്. എന്നാൽ മൊബൈലും ഇന്റർനെറ്റും ലാപ്ടോപ്പും വന്നതോടുകൂടെ വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ എല്ലാവർക്കും പ്രത്യേക മുറികളാവുകയും കുഞ്ഞുങ്ങൾ മുറിക്കകത്തിരുന്ന് എല്ലാ കാര്യങ്ങളും ലോകം മുഴുവനും നെറ്റിലൂടെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഡീപ്പ് വൾനറബിലിറ്റി ടുവേർഡ്സ് സ്കാം, ഡേറ്റ തെഫ്റ്റ്, ഇതൊക്കെ ഉണ്ടാകും. കുഞ്ഞുങ്ങൾ എന്താ കാണുന്നത്, സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നുണ്ടോ, സ്ട്രേഞ്ചേഴ്സുമായിട്ട് കുഞ്ഞുങ്ങൾ ഇടപെടുന്നുണ്ടോ, ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് വലിയ പിടിയില്ലാതെ ആയിത്തീരാൻ ഇടയായിത്തീരും. ഇതതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലതാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ്സും നെഗറ്റീവ്സും റിയൽ ആണ്. ലൈഫ് അതിൻ്റെ ഒരു മിക്സ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സോടെ ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ലൈഫ് ഒരു മിക്സ് ആയതുകൊണ്ട് ഇതുണ്ട് എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. എന്നാൽ പ്രായത്തിൻ്റെ ഒരു നിയന്ത്രണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു നമ്മുടെ വീട് വൃത്തികേടാകണമെങ്കിൽ വിശേഷിച്ചൊന്നും ചെയ്യണ്ട, അൺഅറ്റൻഡഡ് ആയിട്ട് ഇട്ടാൽ മതി. വീട് അടുത്ത 2 മാസത്തേക്ക് ഞാൻ തുറക്കുകയോ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് ചെയ്ത് വെച്ചാൽ മതി. അത് പതിയെ അഴുക്കായിക്കോളും. എന്നാൽ നിങ്ങൾ എത്ര വർഷം അതിട്ടിരുന്നാലും അത് തനിയെ വൃത്തിയാവുകയില്ല. അറിയാമല്ലോ. അതായത് ഒരു ക്ലീൻ ആയിട്ടൊരു കാര്യം സൂക്ഷിക്കാൻ എഫേർട്ട് ആവശ്യമാണ്. എന്നാൽ ഡിറ്റീറിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഇതിന് അഡിക്റ്റഡ് ആയിരിക്കുന്നവരെ സംബന്ധിച്ച് മനഃപൂർവമായ ശ്രമമുണ്ടെങ്കിൽ മാത്രമേ ഈ കുടുക്കിനകത്തുനിന്ന് പുറത്തു കയറാൻ പറ്റൂ. എന്നാൽ ഈ കുടുക്കിന് ഉൾപ്പെടാൻ വിശേഷിച്ചൊന്നും ചെയ്യണ്ട, മൊബൈലും എടുത്തുകൊണ്ടിരുന്നാൽ മതി എന്ന് വരും. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ഹാബിറ്റ്, ശരിയല്ലാത്ത ഹാബിറ്റിൽ വീണു പോയിട്ടുള്ളവർക്കറിയാം. ഇപ്പൊ പുക വലിക്കുന്നത് സ്വഭാവമാക്കിയിട്ടുള്ളവർ, മദ്യപിക്കുന്നത് സ്വഭാവമാക്കിയിട്ടുള്ളവർ, അവരുടെ ആദ്യത്തെ മദ്യപാനം, ആദ്യത്തെ പുകവലി അല്ലെങ്കിൽ ആദ്യത്തെ ശരിയല്ലാത്ത ഒരു ജീവിത പരിചയം 20 വയസ്സിന് മുൻപിലായിരിക്കും ആരംഭിച്ചിട്ടുള്ളത്. നോക്കിയാൽ അറിയാം. 45-ാമത്തെ വയസ്സിൽ ഒരു പുകവലി തുടങ്ങിയിട്ട് അതൊരു ഹാബിറ്റായി തീരാനുള്ള സാധ്യത വളരെ കുറവാണ്, തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നു. അതിന് പൊതുവെ മനഃശാസ്ത്രം പറയുന്ന ഒരു കാര്യം, നമ്മളെ ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്നു, വൈസ് ഹ്യൂമൻ. ഈ നെറ്റിക്ക് നേരെ പുറകിലുള്ള ഫ്രോണ്ടൽ ലോബിന്റെ ഡെവലപ്മെന്റ് ആണ് കുറെ കൂടെ വിവേകം ഉണ്ടാവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപേ നമ്മളൊരു ട്രാപ്പിനകത്ത് വീണാൽ,
നല്ല കാര്യത്തിൽ വീണാലും കുടുംബ പ്രാർത്ഥന സ്വഭാവമാക്കിയിട്ടുള്ളവർ, വേദപുസ്തകം വായിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് സ്വഭാവമാക്കിയിട്ടുള്ളവരും കുഞ്ഞിലെ തന്നെ അത് കിട്ടിയതാണ്. എൻ്റെ വല്യമ്മച്ചി പഠിപ്പിച്ചതാ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനയോട് ആരംഭിക്കുക, അവസാനിക്കുകയും ചെയ്യും. ഇതേ കാര്യം കുഴപ്പങ്ങൾക്കും ഉണ്ട്. ശരിയല്ലാത്ത ഒരു വെട്ടിലേക്ക് വീണു പോയാൽ ഈ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഒരു വിവേചനം വരുന്നതിന് മുൻപ് ഈ ട്രാപ്പിൽ വീഴാവുന്നതാണ്. അതിന് പൊതുവെ പറയുന്ന ഒരു കാര്യം, വളരെ ചെറിയ സ്വാധീനമുള്ള ഒരു കാര്യം ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ 3 പേര് കൂടി ഐസ്ക്രീം വാങ്ങാനായിട്ട് പോകുന്നു. ഏത് ഫ്ലേവർ വേണം ഐസ്ക്രീം? എന്തും ആവാം. വാനില ആയാലും കുഴപ്പമില്ല, ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല, എന്തും ആകാം, പിസ്റ്റാച്ചിയോ ആയാലും കുഴപ്പമില്ല. കാരണം ഒരു 72 hours കൂടുതൽ ശരീരത്തെ ബാധിക്കയില്ല ഇതിന്റെ കണ്ടന്റ് പ്രധാനമായിട്ടും. എന്നാൽ കൊച്ചു കുട്ടികളൊക്കെ ഇപ്പോൾ കൗൺസിലിങ്ങിന് വരുന്നവർ പറയുന്നത്, ഈ ആളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. 18 വയസ്സായ ആൾ 19 വയസ്സായ ആളിനോട് പറയുന്നത് തിരിച്ചു. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇതിലേക്ക് വീഴുകയും ഇത് അഡിക്റ്റഡ് ആവുകയും ചെയ്യും. നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ എനിക്ക് 18 വയസ്സായി, പ്രായപൂർത്തിയായെന്നും പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു പുരുഷനോടോ സ്ത്രീയോടോ ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ ഒപ്പം ജീവിതം ആരംഭിച്ചവർക്കറിയാം, 2 വർഷത്തിനകം അവർ തമ്മിൽ തല്ലി പിരിയാനുള്ള സാധ്യത നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അങ്ങനെ അല്ലാത്തതും പലരും കാണും. അതിന്റെ ഒരു കാരണം ഈ ഏജ് ആണ്. എന്താണ്? പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വളർന്ന് ഗുണദോഷങ്ങളെ വിവേചിക്കാൻ അറിയാൻ വയ്യാതെ വരുന്നത് കൊണ്ട് ആനിമൽ ബ്രെയിൻ തീരുമാനമെടുക്കുന്നു. ഏത് പുസ്തകത്തിലെ ഒരു ഭാഗം ഓർക്കുമല്ലോ, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര. ബയോളജിക്കലി ഹോമോസാപ്പിയൻസ് മൃഗങ്ങളുടെ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ജീവിവംശത്തിലാണ്, ഒരു മൃഗത്തിന്റെ കാറ്റഗറിയിലാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? വളരെ കർക്കശമായിട്ടുള്ള നിയന്ത്രണമോ അച്ചടക്കമോ ഇല്ലെങ്കിൽ ഈ കുടുക്കിൽ പെട്ടു പോവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഇരിക്കുന്നതിൽ മുതിർന്നവരാണ് ഭൂരിപക്ഷം എന്നുള്ളതുകൊണ്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും വിവാഹപ്രായമായിട്ടുള്ളവരുണ്ടായിരിക്കാം. അടുത്ത കാലത്തെ ഒരു പഠനം പറയുന്നത്, നമ്മുടെ റൈറ്റ് ഓഫ് പാസേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. പെട്ടെന്ന് അതിന് ഉദാഹരണം പറഞ്ഞാൽ, 20 വയസ്സുള്ള കല്യാണം കഴിച്ചുള്ള ഒരു കുട്ടി, 25 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി, ഫാമിലി സർക്കിൾസിൽ കല്യാണം കഴിച്ച ആളിനായിരിക്കും കുറെ കൂടെ അക്സെപ്റ്റൻസ് ഉള്ളത്. അതൊരു റൈറ്റ് ഓഫ് പാസേജാണ്. കാരണം വിവാഹിതരായവര് മച്ചുറാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഒരു ഗോത്ര സമൂഹം പോലെയുള്ള നമ്മുടെ മനസ്സിലുണ്ട്, സമൂഹത്തിലുണ്ട്. പഴയ തലമുറയിൽ 10-ാമത്തെ വയസ്സിൽ അറിയുന്ന കാര്യം, 15-ാമത്തെ വയസ്സിൽ അറിയുന്ന കാര്യം, 20-ാമത്തെ വയസ്സിൽ അറിയുന്ന കാര്യം, കല്യാണം കഴിച്ചു കഴിഞ്ഞ് അറിയുന്ന കാര്യം, കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് അറിയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പല കാറ്റഗറി കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ അത് പോയി 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ രീതിയിലാണ് വീട്ടിലിരിക്കുന്നത്. നമുക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ചാൽ മതി. ഏത് വിഷയത്തിലും നമ്മുടെ സംശയം തീർക്കാൻ തക്കവണ്ണം ആയിത്തീരും. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ലൈംഗികത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു 19 വയസ്സ് 20 വയസ്സിന് മുൻപേ അറിയാനോ അനുഭവിക്കാനോ ഒക്കെ ഇടയായിത്തീരുന്നത് കൊണ്ട് അതിലെ അഡിക്ഷൻ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. ഇത് അല്പം ടച്ചി ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കില്ല. മദ്യപാനം പോലെ, അല്ലെ പുകവലി പോലെ, അല്ലെ ഡ്രഗ്സിന്റെ ഉപയോഗം പോലെ ചെറിയ പ്രായത്തില് അറിയാനും ഉപയോഗിക്കാനും അനുഭവിക്കാനും ഇടയായിത്തീരുന്നത് കുടുക്കുകളിലേക്ക് നയിക്കും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഈ ട്രാപ്പ് ഇന്റർനെറ്റിൽ വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് പുതിയ തലമുറയിലുള്ള ഒരു കാര്യം അവർക്കെല്ലാം അറിയാം, ഐ നോ എവറിത്തിങ്. പക്ഷെ അവിടെ വരാവുന്ന ഒരു പ്രശ്നം, ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം, ഇതിനെല്ലാം അറിവായിട്ടാണ് കുട്ടികൾ കരുതുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഡേറ്റ ഉണ്ട്, അതുകൊണ്ട് ഐ നോ എവറിത്തിങ്, എനിക്കെല്ലാം അറിയാം, നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ വരുന്ന ഒരു കാര്യം, നേരത്തെ പ്രണയത്തിന് കാലമാവുകയോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുതെന്നാണ് ശലോമോൻ ഉത്തമഗീതത്തിൽ പറയുന്നത്. ഓരോത്തിനും ഒരു കാലമുണ്ട്. കാലത്തിന് മുമ്പുള്ളത് അതിഭാഗം വന്ന് നാശമായി പോവാൻ ഇടയുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ പറയുന്നത് എനിക്കറിയാം. ഇപ്പൊ ഞാൻ ആശുപത്രിയിൽ പോയി കാണാൻ ഇടയായ ഒരു കുട്ടിയുണ്ട്, 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേരൻസ് എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയത്. തിരുവനന്തപുരത്ത് വളരെ വലിയ കുന്നിൻ മുകളിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ ഈ കുട്ടിക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഒരു 6 മാസമായി. അവൾ ആ വലിയ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരെ 2 കിലോമീറ്ററോളം കുത്തിറക്കമാണ്. അപ്പൊ ഇവൾ ഇറങ്ങി വന്നു,
പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടതുവശത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് വണ്ടി മറിഞ്ഞു. ഒരു ചെറിയ വളവിൽ കൈയൊടിഞ്ഞു, ആശുപത്രിയിൽ. അപ്പൊ അവളെ കണ്ട് സംസാരിക്കാൻ ചെന്ന ഉടനെ പറഞ്ഞു, ലൈസൻസ് കിട്ടിയതേ ഉള്ളല്ലോ, ഡ്രൈവിങ് പഠിപ്പിച്ചപ്പം പറഞ്ഞു എന്താ പറ്റിയത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ 4th 5th ഗിയറിലാണ് ഇറങ്ങി വന്നത്, ഈ കുത്തിറക്കം വന്ന് മറിഞ്ഞു പോയത്. പറഞ്ഞു, ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പം ഡ്രൈവിംഗ് സാറ് പറഞ്ഞായിരുന്നു, കയറുന്ന ഗിയർ ഏതാണ്, മല കയറുന്ന ഏത് ഗിയറാണ്, അതിൽ തന്നെ ഇറങ്ങണമെന്ന് സാറ് പറഞ്ഞിരുന്നു. സാറിനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ ക്ലാസ്സിലെ ഒരു പയ്യൻ പറഞ്ഞു, കിളവന്മാർ അങ്ങനൊക്കെ പറയും, അതൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല, നീ ടോപ്പിൽ തന്നെ പോരുന്നാ മതി എന്ന് പറഞ്ഞു. അനുഭവക്കുറവ് കൊണ്ട് ഈ കുട്ടി എന്ത് കരുതി, അത് വിശ്വസിച്ചിട്ട് 5th ഗിയറിൽ ഈ ഒരു 40 ഡിഗ്രി ഉള്ള ചരിവിലൂടെ വളവിൽ വന്ന് പിടിച്ച് തിരിക്കുകയും വണ്ടി തിരിഞ്ഞില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുത്തടിച്ചു പോയി. എനിക്കെല്ലാം അറിയാം. 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഉപദേശം കൊടുക്കുന്ന 8ാം ക്ലാസ്സുകാരൻ, +2 പഠിക്കുന്ന കുട്ടിക്ക് ഉപദേശം കൊടുക്കുന്നത് +1കാരിയാണ്. കാരണം ഐ നോ എവ്രിതിങ്. പല മാതാപിതാക്കൾക്ക്, ഇപ്പൊ വിദേശത്തുള്ളവർക്ക് അത് കുറച്ചുകൂടെ പരിചയമായിരിക്കും. നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഗ്രാമങ്ങളിൽ വളർന്ന പല മാതാപിതാക്കൾക്കും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുടുക്കുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോകാറുണ്ട്. അതുകൊണ്ട് അഡിക്ഷൻ, ടോക്സിസിറ്റി, അത് സ്ക്രീൻ അഡിക്ഷൻ ആയാലും, നെറ്റ് അഡിക്ഷൻ ആയാലും, ഫോൺ അഡിക്ഷൻ ആയാലും, കെമിക്കൽസിന്റെ അഡിക്ഷൻ ആയാലും, അതിന്റെ ദുരുപയോഗമായാലും, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ശരിയല്ലാത്ത ജീവിത പരിചയത്തിന്റെ സന്തോഷത്തിലേക്ക് അല്ലെ ആനന്ദത്തിലേക്ക് വീണുപോയാൽ ഒരു ഡോപ്പമിൻ സർജ് കൊണ്ടാണ് അവർക്ക് അതിനോട് പിന്നെ ഇഷ്ടം തോന്നിയത്. പക്ഷെ ഡോപ്പമിൻ ഒരു കുഴപ്പമുണ്ട്, കാര്യം നേടിക്കഴിയുമ്പോഴല്ല, നേടാൻ പോകുന്നു എന്നുള്ള വാണ്ടിങ്ങിലാണ് ഡോപ്പമിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കല്യാണത്തിന് സാരി വാങ്ങിക്കാൻ കുടുംബമായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, വാങ്ങിക്കാൻ പോകുന്നതിന്റെ തലേ ദിവസത്തെ ഭയങ്കര എക്സൈറ്റ്മെന്റാ. വാങ്ങിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് പറയും, എന്നാലും നമ്മൾ ആദ്യം എടുത്ത തേച്ച് വെച്ച സാരി ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു സത്യത്തിൽ നല്ലത്, പിന്നെ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിതങ്ങ് എടുത്തതേ ഉള്ളൂ. എന്താ പറ്റുന്നേ? ആഗ്രഹിച്ചത് കിട്ടിക്കഴിഞ്ഞു, ഡോപ്പമിൻ റഷ് കഴിഞ്ഞു. ഇന്നലെ എന്തായിരുന്നു വലിയ ഉത്സാഹം, കിട്ടാൻ പോകുന്നു, ഐ വാണ്ട് ടു ഡു ദാറ്റ്, ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്, ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് എന്ന് വരും. അതുകൊണ്ട് ഈ ഡോപ്പമിന്റെ ഒരു കുടുക്ക്, അത് തലച്ചോറിൽ നമുക്കുണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അതിന്റെ ഒരു കുടുക്ക് ഇതാണ്, ഒരിക്കൽ ഇതിനകത്ത് വീണു പോയാൽ വാണ്ടിങ് അതിലേക്ക് ഇത് വീണ്ടും നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ല പരിശീലനവും നല്ല നിയന്ത്രണവും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ നിയന്ത്രണങ്ങൾ ആവശ്യമില്ല, സ്വാതന്ത്ര്യമാണില്ല. യു ലിവ് ആസ് യു ലൈക്ക്, ദ വേൾഡ് വിൽ അഡ്ജസ്റ്റ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നിങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും പറയുക. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ വളരെ പറയുന്നതാണ്. ഇതിനൊക്കെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും യു ജസ്റ്റ് ലീവ് ആസ് യു ലൈക്ക്, ദ വേൾഡ് വിൽ അഡ്ജസ്റ്റ്. മുതിർന്നവർക്കറിയാം, വേൾഡ് എപ്പോഴും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. മാതാപിതാക്കളുടെ പിന്തുണയും പണവും അവർക്ക് വേണ്ടത്ര സമൃദ്ധിയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യമാണ്, ദ വേൾഡ് വിൽ അഡ്ജസ്റ്റ്. ജീവിതത്തെ കാര്യമായിട്ട് നേരിട്ടിട്ടുള്ള മാതാപിതാക്കൾക്ക് അറിയാം അങ്ങനെ അല്ല സംഗതി എന്ന്. അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷനിൽ കൺട്രോൾ, നിയന്ത്രണം, അത് പരിപൂർണമായിട്ട്. മൊബൈൽ ഇല്ലാതെ ഇനി ഇപ്പൊ ജീവിക്കാൻ വലിയ പാടാണ്. ഇന്റർനെറ്റിന്റെ സൗകര്യം ഇല്ലാതെ ജീവിക്കാൻ പാടാം. കുഞ്ഞുങ്ങളുടെ പഠനം, ജോലി, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ കൂടുതൽ ഇത് ആവശ്യമായിട്ട് വരും. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, അതിൽ നിയന്ത്രണം പറ്റും. കമ്പ്യൂട്ടറോ ഇന്റർനെറ്റോ നിങ്ങളുടെ ജീവിതമാർഗം അല്ലെങ്കിൽ നിങ്ങൾ ടെക്നോ പാർക്കിലോ ഒരു IT കമ്പനിയിലോ ജോലി ചെയ്യുന്നവരല്ലെങ്കിൽ ഇതിന്റെ സമയം കുറയ്ക്കുന്നത് നല്ലതാണ്. സ്ക്രീൻ ടൈം, അത് ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ഫോൺ ആയാലും ഈവൻ TV ആയാലും സ്ക്രീൻ ടൈം. TVക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ TVയിൽ നിന്ന് സ്വല്പം അകന്നാണ് ഇരിക്കുന്നത്. മറ്റേത് റേഡിയേഷൻ വളരെ അടുക്ക കിട്ടത്തക്കവണ്ണമാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ഇപ്പൊ 30 സെക്കൻഡ് 20 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം, ഒരു വീഡിയോ, ഒരു ഷോർട്ട്, ഒരു റീൽ കാണുന്നു. എന്ത് പറ്റുന്നു? 20 സെക്കൻഡ് കൊണ്ട് ഒരു കാര്യം, അതിന്റെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. വളരെയേറെ ചിന്തയൊന്നും ആവശ്യമില്ല, ഉത്തരം കിട്ടി, അല്ലെങ്കിൽ സമാധാനം. എത്ര സെക്കൻഡ്? 20 സെക്കൻഡ്. അതുകൊണ്ട് 4 പേജ് വായിച്ച് ഒരു കാര്യം പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കാൻ തക്കവണ്ണം വരത്തില്ല. പിന്നെയും ഷോർട്ട്, വളരെ നമുക്കറിയാമല്ലോ, നമ്മുടെ തലച്ചോറും നമ്മളെ പീപ്പിൾ ഇനേർഷ്യ ഉള്ളവരാണ്. എത്രയും പെട്ടെന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ട്രൂ, ഫോൾസ് അതൊന്നുമല്ല.
കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അർത്ഥരഹിതമായിട്ടുള്ള പലപ്പോഴും കള്ളമായിരിക്കുന്ന ഇൻഫർമേഷൻ അകത്തേക്ക് ചാടി വീഴേണ്ടതായിട്ട്. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന പലരും ബേസിക് സൈക്കോളജിയിലൊക്കെ പല കോഴ്സുകൾ വരെയും ചെയ്തിട്ടുള്ളവരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സ്പിരിച്വൽ സൊല്യൂഷനും ഒരു സൈക്കോളജിക്കൽ അഡ്വൈസും തമ്മിൽ കുറെ വ്യത്യാസങ്ങൾ. ഇപ്പൊ നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ച, സ്പിരിച്വാലിറ്റിയിൽ അറിയാവുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, അല്ലെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ അഡ്വൈസ് തരുന്നവർ പറയും അതങ്ങ് ക്ഷമിക്കണം, എന്നിട്ട് അതങ്ങ് മറക്കണം, മറന്നു കളയണം. ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ, കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ തന്നെ പലയിടത്തും ഈ പ്രാർത്ഥനകളുണ്ട്. കർത്താവെ, ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങളോട് ഓർക്കയും അരുതേ, മറന്നു കളയണം എന്ന് പറയും. അതാണ് സ്പിരിച്വാലിറ്റി കൊടുക്കുന്ന ഒരു വഴി. ധ്യാനം, മെഡിറ്റേഷനിലൊക്കെ അതാണ് ചെയ്യുക. എന്നാൽ സൈക്കോളജി പറയുന്നത് ക്ഷമിച്ചേര്, പക്ഷെ മറക്കരുത്, കാരണം ഇവൻ ചതിയനാണെന്നുള്ളത് ഓർത്തിരിക്കണം. ഈ വ്യത്യാസങ്ങൾ ഓർക്കണം. പുതിയ കുഞ്ഞുങ്ങളിൽ പലരും, അധ്യാപകരിൽ പലരും സ്പിരിച്വാലിറ്റിയെക്കാളേറെ സൈക്കോളജിക്കൽ സൊല്യൂഷൻ ആണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു കാര്യം ഒരു പ്രശ്നമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പേരന്റിങ്ങിന്റെ ഇപ്പോൾ ചില കൊച്ചുകുട്ടികളൊക്കെ, വിദേശങ്ങളിലുള്ളവർക്കും കേരളത്തിന് വെളിയിലുള്ളവർക്കും ഇത് കുറച്ചുകൂടെ പരിചിതമായിരിക്കും. കേരളം അങ്ങോട്ടായി വരുന്നതേ ഉള്ളല്ലോ. നാട്ടിലെ ഒരു വലിയ കാര്യം, ഈ പേരന്റിങ്ങില് ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അത് പല കുട്ടികളെയും കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ വീഴ്ചകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ പേരന്റിങ്ങും അതിന്റെ ഒരു കാരണമായിട്ട് കാണാറുണ്ട്. ഈ സൈക്കോളജിയിൽ ഹെലികോപ്റ്റർ പേരന്റിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എപ്പോഴും കുഞ്ഞുങ്ങളെ ഓവറായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിരീക്ഷണങ്ങൾ ആവശ്യമാണ്, നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ സംശയിക്കുന്നു എന്ന് തോന്നുന്നത് അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ കുറയ്ക്കും. പപ്പായ്ക്ക് അപ്പൊ എന്നെ വിശ്വാസമില്ല അല്ലേ, മമ്മിക്ക് എന്നെ വിശ്വാസമില്ല, ടീച്ചർ ഞാൻ പറഞ്ഞത് സമ്മതമായില്ല. അത് ഈ ഒരു ഹെലികോപ്റ്റർ കാറ്റഗറി അത് വല്ലാത്ത ഇമ്പാക്റ്റ് കുഞ്ഞുങ്ങളുടെ മേലുണ്ടാക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മളും പേരൻസും, നമ്മളെന്ന് ഞാനിപ്പോൾ പറയുമ്പം പേരൻസും ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ ജോലി, നിങ്ങൾ ഭക്ഷണം തേടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം മുഴുവൻ നേരവും മൊബൈലും കൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ അല്ലെങ്കിൽ അപ്പനെ എങ്ങനെയാണ് കുഞ്ഞിനോട് പറയാൻ പറ്റുന്നത് നീ അത് കുറയ്ക്കണമെന്ന്? പ്രാർത്ഥനാ മേശയിലും ഭക്ഷണ മേശയിലും മൊബൈൽ കൊണ്ടിരിക്കുന്നവരെ എനിക്കറിയാം. ബീച്ചില് ലവേഴ്സോ അല്ലെ ന്യൂലി വെഡഡ് കപ്പിളോ രണ്ടുപേരും കൂടെ കൈ ചേർത്ത് പിടിച്ച് പോകുമ്പോഴും അവരുടെ മറ്റേ കയ്യിൽ മൊബൈൽ ഇരിക്കുകയാണ്. ദൈവമേ, ഇവർക്ക് വീട്ടിലെങ്ങാനും ഇരുന്ന് മൊബൈൽ നോക്കിക്കൂടായിരുന്നു എന്ന് നമുക്ക് സങ്കടം തോന്നുന്ന തരത്തിലാണ് ചിലപ്പോഴൊക്കെ കാണാനിടയാവുക. അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ ബിഹേവിയറിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോ അടുത്ത സമയത്ത് ഒരു കപ്പിൾ, അവരൊരു ഡിവോഴ്സിന്റെ വക്കിലേക്ക് പോകുന്നവരാണ്. അവരൊരു നല്ല പരിശീലനമുള്ള കുടുംബങ്ങളിൽ വളർന്നവരാണ്. അദ്ദേഹം ഒരു ഡോക്ടർ. അദ്ദേഹത്തോട് പ്രാർത്ഥനയുടെ ബെല്ല് റിങ് ചെയ്തപ്പോൾ അദ്ദേഹം പോയി എടുത്തു. അപ്പൊ ഭാര്യ ഇതിനെ പ്രതി വഴക്കുണ്ടാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പറഞ്ഞു, നോ, മൈ പ്രൊഫഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി പ്രയർ ഓർ എനിത്തിങ്. അദ്ദേഹം അതുപോലെ പ്രാധാന്യമുള്ള ഒരു കാർഡിയോളജി ഒന്നും ഹാൻഡിൽ ചെയ്യുന്ന ആളല്ല. അയാളുടെ ബ്രാഞ്ച് ഒന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കാര്യം? ഒരു കോള് മിസ് ചെയ്യാൻ, ഒരു മെസ്സേജ് കഴിച്ചാൽ 20 സെക്കൻഡിനകം മറുപടി കിട്ടിയില്ലെങ്കിൽ സങ്കടം വരുന്ന, പ്രയാസപ്പെടുന്ന, ബ്ലഡ് പ്രഷർ കൂടുന്ന പേരൻസും ഉണ്ട്. അപ്പൊ നമ്മുടെ മക്കൾ അങ്ങനെ ആയില്ലെങ്കിലല്ലേ പറയാനുള്ളൂ. അപ്പോൾ പേരൻസിനും ഇത് കുറയ്ക്കാവുന്നതാണ്. കണ്ണിന്റെ കാഴ്ച, നിങ്ങളുടെ ജോയിൻസിന്റെ പ്രോബ്ലംസ്, കൂടുതൽ നേരം ഇരിക്കുന്നത് കൊണ്ടുള്ള മറ്റ് പ്രയാസങ്ങൾ, കിടന്നുകൊണ്ട് ഇത് നോക്കുന്നത് കൊണ്ടുള്ള കണ്ണിന്റെയും തലച്ചോറിന്റെയും വിഷമതകൾ, ഓർമ്മയുടെ കുറവ്, ഇതൊക്കെ ഇതിൽ വരാവുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റും? ഒരു പുവർ കോപ്പിംഗ് സ്കിൽ ഉണ്ടാകും. കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനായിട്ട് വലിയ പ്രയാസമായിട്ട് വരും. കാരണമില്ലാതെ ദേഷ്യപ്പെടാം, യാതൊരു കാര്യമില്ലാതെ ഷൗട്ട് ചെയ്യാം, ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ വരും. ബന്ധുക്കളും പരിചിതരാണെങ്കിൽ പോലും വീട്ടിലോട്ട് വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാൻ വയ്യാതെ വരും. അങ്ങനെ വന്നിട്ട് ഒരുതരം റെഡ്യൂസ്ഡ് ഓട്ടോണമിയിലേക്ക് പതിയെ ഈ കുഞ്ഞുങ്ങൾ ചെന്നെത്താനായിട്ട് ഇടയാകുന്നു. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതുവരെ അതിന്റെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ പെട്ടെന്ന് അതിന്റെ ചില സജഷൻസ് പറയാം, അതിന്റെ സൊല്യൂഷൻസുകളുടെ. ഒരു ഡിജിറ്റൽ ഡീറ്റോക്സിങ് ഉണ്ടാകേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ
ഒരു ടോക്സിൻ അമിതമായിട്ട് കിടന്നാൽ നമ്മൾ ചികിത്സിക്കും. പക്ഷെ തലച്ചോറിനകത്തോ ചിന്തയിലോ അങ്ങനെ ഒരു ടോക്സിൻ കടന്നാലോ നമ്മൾ ചികിത്സിക്കും. പാടാണ്, അതൊരു കുഴപ്പമൊന്നുമില്ല എന്ന് കരുതും. അതുകൊണ്ട് ഒരു ഡിജിറ്റൽ ഡീടോക്സിങ് ഇതിനാവശ്യം. ഏതെങ്കിലും ഒരു ശരിയല്ലാത്തതും തോന്നുന്ന ജീവിത വരയത്തിൽ നമ്മളോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഉൾപ്പെട്ടെങ്കിൽ അവർക്ക് ഈ ചതിക്കുഴിയിൽ നിന്ന് കര കയറാൻ വലിയ പാട്. അതുകൊണ്ട് അതിൽ നിന്ന് കര കയറാനായിട്ട് മനഃപൂർവമായ ശ്രമം വേണം. കുഞ്ഞല്ലേ, അവൻ അങ്ങ് പ്രായമാകുമ്പോൾ അങ്ങ് ശരിയായിക്കോളും എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല എന്നുള്ളത് മിക്ക പേരൻസിനും അറിയാവുന്ന. വീട്ടിലും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു നോ ഗാഡ്ജറ്റ്സ് ഓൺ. ഭക്ഷണ മേശയിൽ, പ്രാർത്ഥന മേശയിൽ, ബെഡ്റൂമിൽ നമുക്ക് മൊബൈൽ വേണ്ടാന്ന് വെക്കാം. നോ ഗാഡ്ജറ്റ്സ് ഓൺ. ഒരു ഡിജിറ്റൽ വൈബ്രേഷനുള്ള, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്ന യാതൊരു ഉപകരണവും ബെഡ്റൂമിലോ ഭക്ഷണ മേശയിലോ പ്രാർത്ഥനാ സ്ഥലത്തോ ഉണ്ടാകത്തില്ല എന്നൊരു തീരുമാനമെടുക്കുക. അങ്ങനെ ആകുമ്പോൾ വീട്ടിലെ എല്ലാവർക്കും ഒരു ബാധകമാണ്. ഇതിനകത്തും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഈ പണ്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വല്ല വാർദ്ധക്യത്തിന്റെ ക്ഷീണമോ രോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ വല്യപ്പച്ചനൊക്കെ ഒരു എക്സംഷൻ ഉണ്ടായിരുന്നെങ്കിലും അപ്പച്ചന് വേറെ കൊടുക്കുമെങ്കിലും ഒരു കൂരയ്ക്ക് കീഴിലുള്ള എല്ലാവരും കൂടെ കഴിയുമെങ്കിൽ ഒരുമിച്ചൊക്കെ ഇരിക്കുകയോ അടുത്തടുത്ത് നിന്നോ ഒക്കെ കഴിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ പലരും ഭക്ഷണം എടുത്തുകൊണ്ട് അവരുടെ മുറികളിലേക്ക് പോയി കൂട്ടിയിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. രക്ഷകർത്താക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ മേൽക്കൂരയുടെ കീഴിലുള്ള എല്ലാവരും ഭക്ഷണത്തിന്റെ നേരങ്ങളിൽ കഴിയുന്നതും ഒരുമിച്ച് വരണം. പ്രാർത്ഥനയിൽ കഴിയുന്നതും ഒരുമിച്ച് വരണം. എത്ര വലിയ പരീക്ഷയായാലും, എത്ര വലിയ ട്യൂഷൻ ആയാലും, എത്ര വലിയ എൻട്രൻസ് ആയാലും. ഈ പറയുന്നത് അതുപോലെ പ്രായോഗികമല്ല എന്ന് ചിലർ പറയുമായിരിക്കും. അല്പം മുതിർന്നവർക്ക് അറിയാം ഇത് പ്രായോഗികമാണോ അല്ലയോ എന്നുള്ള കാര്യം. അതുപോലൊരു കൊഗ്നിറ്റീവ് ഫിൽറ്ററിങ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കണം. ടി വി തുറക്കുന്നത് പോലെ അടയ്ക്കുന്നത് വരെ ഉള്ള എല്ലാ സീരിയലും കാണുന്ന അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, ആന്റിമാരുണ്ട്, കുട്ടികളുമുണ്ട്. എന്താണ് പകയും വിദ്വേഷവും, കഴിയുമെങ്കിൽ കൊലപാതകവും, പോലീസും കേസും അടിപിടിയുമുള്ള പകയും കാലുഷ്യവും ഒക്കെ നിറയുന്ന സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. സാവധാനം അതെന്ത് പറ്റും? അത് നമ്മുടെ ചിന്തയുടെ ഭാഗമാണ്. കാരണം അതാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത്. ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന്റെ യൂണിറ്റ്സ് നിർമ്മിക്കുന്നത്. മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നാമ രൂപ രസഗന്ധ സ്പർശാദികളിൽ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും ഉള്ളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് കുറെ കൂടി ശ്രദ്ധയോടെ കേൾക്കാൻ മക്കൾ പറഞ്ഞാൽ കേൾക്കാം. ആ ഫോൺ നമുക്ക് താഴ്ത്തി വെക്കാം. വഴക്കുണ്ടാക്കാൻ ഒക്കെ ചെയ്യാതെ പതിയെ ഇത് കുറയ്ക്കാനുള്ള കാര്യം. ഒരു മൈൻഡ്ഫുൾനെസ്, ഇന്നർ സൈലൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പരിശീലിക്കാവുക. ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂർ എല്ലാവരും കൂടെ വെളിയിൽ പോകുന്നു, മൊബൈൽ എടുക്കുന്നില്ല. ഇപ്പോ മൊബൈൽ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് മുമ്പേ പറഞ്ഞു. നമ്മുടെ വല്യപ്പച്ചന്റെ മൊബൈലും ഇല്ലായിരുന്നു, ലാൻഡ് ഫോൺ പോലും ഇല്ല. പക്ഷെ അറിയേണ്ട ഏതെങ്കിലും ഒരു കല്യാണമോ മരണമോ അടക്കമോ ഒരു പ്രാർത്ഥനയോ ദൂരെയാണെങ്കിൽ പോലും അവരറിയാതിരുന്നിട്ടില്ല. പക്ഷെ ഇന്നത്തെ തലമുറ അത് സമ്മതിക്കത്തില്ല. 20 സെക്കൻഡിനകം അറിഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമാണ് എന്നുള്ള തരത്തിലേക്ക് വരുന്നു. നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളിൽ പലർക്കും പലതരത്തിലുള്ള രോഗങ്ങൾ, എല്ലിന്റെ ജോയിൻസ് ഉൾപ്പെടെ, ഹാർട്ടും ലങ്സും ഉൾപ്പെടെ, ലിവർ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതിന്റെ പുറകിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ ഒരു ഡിജിറ്റൽ മിനിമലിസം, ലൈഫ് മുഴുവൻ പറ്റുമെങ്കിൽ മിനിമലിസം നല്ലതാണ്. അത്യാവശ്യമില്ലാത്തത് എടുക്കാതെ ഇരിക്കുക. അപ്പോ ഒരു ഡിജിറ്റൽ മിനിമലിസം ഈ ഒരു സജഷന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അല്പം കൂടെ ഒരു കമ്പാഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത്. വീട്ടിൽ തന്നെ നമുക്ക് ഒരു കമ്പാഷനുള്ള കുറെ കൂടെ കമ്പാഷൻ ഉള്ളവരായിരിക്കാം നമുക്ക് എന്നുള്ള ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അങ്ങനെ കുറച്ചുകൂടെ കാരുണ്യമുള്ളവരാകാം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലര് ചിലപ്പോൾ പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരും എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, ഇത് നമുക്ക് അല്പം കൂടെ കാരുണ്യമുള്ളവരായിരിക്കാം ഈ കാര്യത്തിൽ എന്ന് നമുക്ക് പറയാനായിട്ട് ഇടയാകുമെങ്കിൽ അത് നമുക്ക് കുറെ കൂടെ സ്വീകാര്യമുള്ള ഒരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നത്. അപ്പം കൺട്രോൾഡ് സ്ക്രീൻ ടൈം,
ഈ ചതിക്കുഴികളെ, ഇന്റർനെറ്റിലെ കുഴികളെ കുറിച്ച് അറിഞ്ഞിരിക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ. പിന്നെ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്നിടത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, പേരൻസും ഗ്രാൻഡ് പേരൻസും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിയുമെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യരുത്. ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അവർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് അവരെ ചിലപ്പം സഹായിച്ചേക്കും. അതുകൊണ്ട് ഈ ഒരു ബ്രെയിൻ റോട്ട്, നമ്മുടെ ക്വാളിറ്റി ഇല്ലാത്ത ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിൽ കടന്നു കൂടിയിട്ട് നമ്മുടെ ശേഷി ബ്രെയിനിന്റെ കുറയുന്നത് ഈ ലോ ക്വാളിറ്റി ഇന്റർനെറ്റ് കണ്ടന്റ് കയറുന്നത് കൊണ്ടാണ്. പുതിയ ഒരു കാര്യം. പിന്നെ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു കുഴപ്പമുണ്ട്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, അതൊരു തലച്ചോറിന്റെ ഒരു രോഗാവസ്ഥയാണ്. എന്നാൽ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥയുണ്ട്. അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട്, ഈ നെറ്റിന്റെ ഒക്കെ ഉപയോഗം കൊണ്ട് ഓട്ടിസത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും സ്വഭാവത്തിൽ കാണിക്കുക. പക്ഷെ ക്ലിനിക്കലി നമ്മളെ ബ്രെയിനിന്റെ സ്കാൻ എടുത്താൽ ന്യൂറോളജിക്കലി ഒരു പ്രശ്നവുമില്ല. NAD, നോ അബ്നോർമാലിറ്റീസ് ഡിറ്റക്റ്റഡ് എന്നാണ് സൈക്യാട്രിസ്റ്റ് എഴുതി തരുന്നത്. പക്ഷെ ആളിന് എന്താണ് പ്രശ്നം? ആളിന് ഭയങ്കരമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഓട്ടിസത്തിന്റെ എല്ലാ സിംറ്റങ്ങളും കാണിക്കും. നല്ലതായിട്ട് പഠിച്ചിരുന്നത് മറന്നു പോവുക, എഴുതിക്കൊണ്ട് വരുമ്പം അത് മറന്നു പോവുക, എഴുതിക്കൊണ്ട് വരുന്ന വഴിക്ക് ബാക്കി മറന്നു പോവുക, ക്ഷോഭം കൈകാര്യം ചെയ്യാൻ പ്രയാസം വരിക, വല്ലാതെ ഇമോഷൻസിനെ ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാതെ ഇരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട്, ഗുരുതരമായിട്ടുള്ള പ്രശ്നമായി തീരുന്ന തരത്തിൽ. അപ്പോൾ കുട്ടികളുടെ ഒരു സംരക്ഷണം, കുടുംബ ബന്ധങ്ങൾ, മാനസിക സംഘർഷം, ഇവയൊക്കെ നമ്മൾ ഇടപെടുന്നത്. ഇപ്പൊ നെഗറ്റീവ് ന്യൂസ്, അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്ത ന്യൂസ്, ഇപ്പൊ 24 മണിക്കൂറും TV ഒക്കെ ഉള്ളത് കൊണ്ട് ആത്മഹത്യ, കൊലപാതകം, കുഞ്ഞൊരു കാര്യത്തിന് വെളിവില്ലാത്ത ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തിട്ട് അതിനെ ഒരു 24 മണിക്കൂറുടെ 15 പ്രാവശ്യം കാണിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാകും. അതുകൊണ്ട് സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് ന്യൂസ്, സൈബർ ബുള്ളി, ഇതിൽ നിന്ന് മാറ്റി നിർത്തുക. പപ്പായോടോ മമ്മിയോടോ ടീച്ചറിനോടോ എനിക്ക് പറ്റുന്ന ഏതൊരു മണ്ടത്തരവും പറയാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു തരത്തിലേക്ക് വരിക. ഈ കുഞ്ഞുങ്ങളൊക്കെ കുടുക്കിലായി പോയാൽ അവരുടെ ഒരു പേടി ഇതാണ്, എന്നെ വഴക്ക് പറയുമോ എന്നുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റും? കുഞ്ഞുങ്ങൾ അവരുടെ കൂട്ടുകാരോട് മാത്രം ഈ കാര്യങ്ങൾ പറയും. അവരൊരു തരത്തിലും പ്രയോജനകരമല്ലാത്ത കുറേ ഉപദേശങ്ങൾ കൊടുത്തു എന്ന് വരും. അപ്പോൾ പൊതുവെ പറഞ്ഞാല് ഈ ഇന്റർനെറ്റ് ഒഴുക്കുന്ന ചതിക്കുഴികൾ ഇത് വളരെ ഏറെയുണ്ട്. പലതും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവുന്ന ചതിക്കുഴികളുമുണ്ട്. എന്നാൽ പൊതുവെ പറയുന്ന സമയത്ത് ഒരു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇനി നമുക്ക് ഒരുമിച്ചുള്ള ചർച്ചയിൽ ബാക്കി കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നത് അവസാനിപ്പിക്കുന്നു. ഇത് കൂട്ടിച്ചേർക്കാൻ നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ എനിക്കതിന് ചിലപ്പോൾ എല്ലാത്തിനും ഉത്തരം ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ എന്നാലും ഒരുമിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും ഇടയാവും. നാട്ടിലെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞത്. പക്ഷെ വിദേശങ്ങളിൽ ചെറുപ്പകാലത്തിലെ കുറെ കൂടെ കാര്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് പല വഴികളുള്ളത് കൊണ്ടും ഇതിൻ്റെ ഗുണങ്ങൾ, പേരന്റൽ കൺട്രോൾ ഒക്കെയുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ അവിടെ ക്രമപ്പെടുത്തുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ അത്രയേറെ ഗുരുതരമായിട്ട്, പ്രത്യേകിച്ച് ഞാൻ ജീവിച്ച 2 രാജ്യങ്ങൾ, കൊറിയയിലും ജപ്പാനിലും, ഇതിൻ്റെ ദുരുപയോഗം ഉണ്ടെങ്കിലും കുട്ടികൾക്കിടയിൽ നമ്മളുടെ നാട്ടിലെ അത്രയും ഗുരുതരമല്ല ഈ പ്രശ്നം. അതുകൊണ്ട് പറയാനുള്ളത് കേട്ടതിന് ശേഷം നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാം, ചർച്ച ചെയ്യാം എന്ന് കരുതുന്നു. എല്ലാ ഉദാഹരണങ്ങൾ പറഞ്ഞതും എല്ലാവർക്കും സ്യൂട്ടബിൾ ആയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പരിമിതിയെ മനസ്സിലാക്കണം എന്ന് ഓർപ്പിക്കുന്നു. റജിയച്ച. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ വിശദമായി ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുകയായിരുന്നല്ലോ. പ്രത്യേകിച്ചും ഒരു പുതിയ തലമുറയുടെ അവർ കൈകാര്യം ചെയ്യുന്ന അവരുടെ ജീവിതാനുഭവങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെയും ജീവിതാനുഭവങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ബെഞ്ചമിനോടൊക്കെ ചേർന്ന് CSSമായി ചേർന്ന് പലപ്പോഴും ഈ എഴുതുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഈ മൊബൈൽ ടൈം കൊണ്ട് വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് തന്നെ പലപ്പോഴും
എഴുതുവാനായിട്ട് സാധിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതും ഒരു ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ അതേ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് പറയുന്നതിനുള്ള സമയമാണ് എന്ന് പ്രത്യേകമായിട്ട് പറയാം. താങ്ക് യു പിന്നെ അടുത്ത ആഴ്ചത്തെ വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 306ാമത് ലൈവ് വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച, അതായത് മെയ് 30 രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വെബിനാറിലും ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. അടുത്ത വെബിനാറിലും എവരുടെയും സാന്നിധ്യം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അടുത്ത വെബിനാറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇപ്പോൾ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ 2 വാക്കുകൾ ഉപയോഗിച്ചത് ജെൻ ആൽഫ, ജെൻ സി എന്നുള്ള 2 വാക്കുകൾ ഉപയോഗിച്ചു. പല കാലങ്ങളിൽ ജനിച്ച 1946 മുതൽ ഇങ്ങോട്ട് 2025 വരെ ജനിച്ചവരെ അവരുടെ പ്രായത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ജെൻ സി അല്ലെങ്കിൽ ജെൻ ഇസഡ് എന്ന് വിളിക്കുന്നത് 95 മുതൽ 2009 വരെ ഉള്ളവരാണ്. അത് ബേബി ബൂമേഴ്സിൻ്റെയും ജെൻ എക്സിൻ്റെയും ഒക്കെ മക്കള് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ബാധിച്ചിരിക്കുന്നത് ജെൻ സി, ജെൻ ആൽഫ ആണെന്നാണ് ആധുനിക സൈക്കോളജിക്കൽ റിസർച്ചസ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു മനസ്സിലാക്കലിന് വേണ്ടി ഈ സ്ക്രീൻ ഇങ്ങോട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, ഇത് അച്ഛനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കായിട്ട് ഫ്ലോർ ഓപ്പൺ. എബി അച്ഛനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ അച്ഛൻ്റെ ഈ പ്രഭാഷണം കേട്ട് വളരെ സന്തോഷം. ഇപ്പോഴേ ഇതേപ്പറ്റി എനിക്ക് അല്പം ചോദിക്കാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ന്യൂ ജനറേഷനിൻ്റെ ഒരു പുതിയൊരു ട്രെൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴേ അടുത്ത കാലത്ത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് അവരുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങളെ പറ്റിയും ഇപ്പോഴത്തെ ഈ നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർച്ച ഇതൊക്കെ അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ പ്രതികരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ. ഇപ്പോൾ അത് ഇന്നത്തെ പാർട്ടി ഭരണങ്ങളെയൊക്കെ വളരെ അസ്വസ്ഥമാക്കുന്നുണ്ട്, അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന്. അതുപോലെ ഈ ന്യൂ ജനറേഷനിലെ പുതിയൊരു വലിയൊരു ട്രെൻഡ് മാറ്റം, പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രതികരണങ്ങൾക്ക് അല്ലാതെ സോഷ്യൽ മീഡിയ ഒരു പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ ഇനി അടുത്ത ഒരു നെക്സ്റ്റ് 10-30 വർഷം കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെയധികം മാറും എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഇന്ന് നമ്മൾ കൈകൊണ്ട് എഴുതുന്നത് അടുത്ത കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു കൈകൊണ്ട് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതാകും. അവർ എല്ലാം മൊബൈലിലോ നെറ്റിലോ എഴുതാൻ മാത്രമേ അവർക്ക് കഴിയത്തുള്ളൂ. അവർ ഭാഷ മാറിപ്പോവും. എല്ലാ ടോട്ടൽ ഒരു ചേഞ്ച്. ഇപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ മാറിപ്പോകുന്നുള്ളൊരു ട്രെൻഡാണ് ഇപ്പോൾ ഈ 2-3 ദിവസം കൊണ്ടുള്ള ഈ കോക്രോച്ച് പാർട്ടിയിലൂടെ കാണുന്നത്. അത് ഭരണകൂടത്തെ തന്നെ വളരെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ്റെ ഒരു അഭിപ്രായം കൊള്ളാം. അതെ, ജേക്കബ് സാറിന് നന്ദി. ഞങ്ങള് ഒരു ഇടവക്കാരാണ്. സാർ ചോദിച്ച 2-3 കാര്യങ്ങളെ കുറിച്ച് ആദ്യം പാറ്റയെ കുറിച്ച് തന്നെ പറയാം. ഈ സൈക്കോളജിക്കൽ റീഇംബേഴ്സ്മെന്റിനകത്ത് പാറ്റ ഒരു വലിയ പഠന വിഷയമാണ്. ചെറുപ്പക്കാരെ ചെയ്യുന്ന ഒരു വലിയ പഠന സംഗതിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി, പാമ്പിനു വേണ്ടി, പണ്ട് മനുഷ്യർ പേടിച്ചിരുന്ന പലതിനു വേണ്ടിയും
ജീവന്റെ പൊതുവായ നിലനിൽപ്പിന് വേണ്ടി റോഡിലിറങ്ങാൻ ആവശ്യത്തിന് ആളുണ്ട്, ഇല്ലേ? പക്ഷെ പാറ്റായ്ക്ക് വേണ്ടി ആരുമില്ല. എന്ന് മാത്രമല്ല, പാവപ്പാറ്റയെ കൊല്ലാൻ റിസർച്ച് ഉണ്ട്, പാറ്റായെ കൊല്ലാൻ മരുന്നുണ്ട്, ആ മരുന്നുണ്ടാക്കാൻ ഫാക്ടറി ഉണ്ട്, അവർക്ക് പിന്നെ HR ഉണ്ട്, വലിയ ഓഫീസുണ്ട്. എന്നിട്ട് പാറ്റായ എന്ത് ചെയ്തു? ദിനോസറിനെ കണ്ടിട്ടുള്ള കക്ഷിയാണ് ഈ പാറ്റ. ആറ്റം ബോംബ് പൊട്ടി നമ്മളെല്ലാം തട്ടിപ്പോയാലും ജീവിച്ചിരിക്കുന്ന തുടരുന്ന ഒരു സംഗതിയാണ് പാറ്റ. ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ കഴിയും. ലോകത്തിന്റെ അറ്റം ഉൾപ്പെടെ എന്തും കഴിക്കും. തല അറ്റുപോയാലും കുറെ ദിവസം കൂടെ ജീവനോടെ ഇരിക്കും, കാരണം ശ്വസിക്കാൻ തല വേണമെന്ന് നിർബന്ധമില്ല. അതിന്റെ ശരീരത്തിന്റെ 10 വലിപ്പമുള്ള ഹോളിലൂടെ അത് നുഴഞ്ഞു കയറും. അപ്പോ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയിൽ പാറ്റ വളരെ കഴിവുള്ള ഒരു സംഗതിയാണ്. അപ്പൊ പറ്റുമെങ്കിൽ പാറ്റായെ പോലെ ആവുക എന്നുള്ള ഒരു മെസ്സേജ് ചെറുപ്പക്കാർക്കിടെ വർദ്ധിച്ചു വരുന്നുണ്ട്. പിന്നെ വൃത്തിയും വൃത്തികേടും ഒന്നും നോക്കണ്ട, അത് ഓടയിലും കഴിയും, പിന്നെ ടോയ്ലറ്റിൽ നിന്നുള്ള പൈപ്പിനകത്തും കാണും, ഭക്ഷണമേശയിലും അടുക്കളയിലും അത് കാണും. സ്ഥലമൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇടിച്ചു കയറിച്ചല്ല, നിങ്ങൾ അങ്ങനെ തകരാനൊന്നും പോകുന്നില്ല. അപ്പം ദിനോസറിനെ കണ്ട ആറ്റം ബോംബ് വിട്ട് കഴിഞ്ഞിട്ടും ജീവിതത്തിൽ തുടരുന്ന അധികം ജീവികളൊന്നുമില്ല, പാറ്റയാണ്. ഇതാണ് പാറ്റായ്ക്കുള്ള ഒരു വലിയ ഗുണം. പാറ്റയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ പാറ്റായ പോലെ പിടിച്ചു നിൽക്കൽ ശേഷിയുള്ളവരാവുക എന്നുള്ള ഒരു സാധനമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ആളുകൾക്കിടയിൽ. എന്നാൽ പാറ്റായ പലർക്കും പേടിയില്ലെങ്കിൽ അറപ്പെങ്കിലുമാണ്. അതുകൊണ്ടാണ് നാടിനെതിരെ എന്നൊക്കെ പറയുന്നത്. അത്രയും തുറന്ന് പറയുന്നത്, ക്ഷമിക്കണം, ആരെങ്കിലും പൊളിറ്റിക്കലി ഇതിനെതിരുണ്ടെങ്കിൽ അതിനെ ഞാൻ സ്വീകരിക്കുന്നു. സത്യത്തിൽ രാജ്യത്തിനെതിരല്ല, രാജാവിനെതിരാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയേറെ കൂടി വരുന്നതെന്നാണ് നമ്മുടെ ഒരു ന്യായമായ നിരീക്ഷണം. സാറ് പറഞ്ഞ ഒരു കാര്യം, മാറ്റം എല്ലാ കാലവും ഉണ്ട്. ഇപ്പം ജേക്കബ് സാറിനെ പോലുള്ളവർ, സാറിന്റെ ഗ്രാൻഡ് പേരൻസിന്റെ അവിടുന്ന് പേരൻസ്, സാറ് വരെയുള്ള തലമുറയിലെ മാറ്റം സാർ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കൊച്ചുമക്കളുടെ തലമുറ വരെയുള്ള മാറ്റം കാണും. പക്ഷെ ഇതിന്റെ അകലം വളരെ കുറവ്, അല്ലേ? വീടുകളിൽ സൈക്കിളും അല്ല, പഞ്ചായത്തിലെ ഗ്രാമത്തിൽ ഒരാൾക്കുള്ളിടത്തു നിന്ന് മോട്ടോർ സൈക്കിൾ ആകാൻ എത്ര കാലം എടുത്തു? കാറാകാൻ അത്രയും കാലം എടുത്തില്ല. വീട്ടിൽ മിക്കയിടത്തും കാറാകാനും രണ്ടാമത്തെ കാർ ഉണ്ടാവാനും അത്രയും സമയം എടുത്തില്ല. റേഡിയോയിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കളർ TV ആകാനും, ലാൻഡ് ഫോണിൽ നിന്ന് പേജർ ഉണ്ടാവാനും, പേജർ എന്ന് പറഞ്ഞൊരു കാര്യം അറിയത്ത് പോലും ഇല്ല പലർക്കും, അത് മൊബൈലാകാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആവാനും വളരെ പെട്ടെന്ന്. അതുകൊണ്ട് ഇന്നലത്തെ നോളജ് ഇന്ന് വാലിഡ് അല്ലാതെ വരും. അതാണ് കുഞ്ഞുങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം. അതിലേറ്റവും ഗുരുതരമായി നമ്മൾ നേരിടാൻ പോകുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. ഇതിന്റെ ഭീകരതയും കുഞ്ഞുങ്ങളെ അറിയിച്ചിരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിനയമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇതുവരെ കണ്ടെത്തിയ യാതൊന്നും പോലെയല്ല AI. പെട്ടെന്ന് പറയാനായിട്ട് നമ്മൾ പ്രിന്റർ വാങ്ങിച്ചു വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതുവരെ പ്രിന്റർ അതിൻ്റെ വകയായിട്ട് ഒരു ലെറ്റർ ഉണ്ടാക്കുകയോ അതിൻ്റെതായിട്ടൊരു കവിത എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. കമ്പ്യൂട്ടർ വാങ്ങിച്ചു വെച്ചിട്ടും കമ്പ്യൂട്ടർ തന്നെത്താൻ ഇതൊന്നും ചെയ്തില്ല. AI അങ്ങനെയല്ല, ഇതൊക്കെ ചെയ്യും. AI വന്നിട്ട് മനുഷ്യനെ എത്രമാത്രം കൊള്ളരുതാത്തവനാക്കി തീർക്കും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ജീവിക്കുന്നതിന്റെ 10%, 10% ആളുകളെ കൊണ്ട് ഇതിനേക്കാൾ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രകൃതി മനുഷ്യനെ കൊള്ളരുതാത്തവനാക്കി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ ഇപ്പോഴത്തെ ഈ നാശോന്മുഖമായ കാര്യം എന്നറിയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമ്മൾ അതിനെ നാശോന്മുഖം എന്ന് കരുതുന്നതായിരിക്കും, പുതിയ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലായിരിക്കും കാണുന്നത്. അത് കാഴ്ചയിലുള്ള വ്യത്യാസം. പക്ഷെ ജേക്കബ് സാറിന്റെ ജനറേഷനോട് കൂടെ നിന്ന് നമ്മളിത് ഷെയർ ചെയ്യുന്നത് സംഗതി ഒട്ടും പന്തിയായിട്ടല്ല പോകുന്നത്. 3 ലക്ഷം കൊണ്ട് 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് വിലക്കാവുന്ന വിലക്ക് മുഴുവൻ ഇട്ടിട്ടും 10 കോടിയുടെ മേലേക്ക് അംഗങ്ങൾ തീരുക. വെറും ഓൺലൈനിൽ ഇവർ തങ്ങൾ കണ്ടിട്ടും കൂടെയില്ല. അതായത് ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് അറിവ് പോവുകയാണ്, അറിവിന്റെ വിസ്ഫോടനം പോവുകയാണ്, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക്. ഇത് സാറ് പറഞ്ഞ പോലെ എൻ്റെ ലീവ് ലെറ്റർ തയ്യാറാക്കിയെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ തയ്യാറാക്കും. മനേർക്ക് ഒരു എഴുത്തിടുക, പ്രോജക്റ്റ് 2ാം ലോകമഹായുദ്ധത്തെ കുറിച്ച് 5 പേജുള്ള ഒരു പ്രോജക്റ്റ് വേണമല്ലോ, ജെമിനി ChatGPT എന്ന് പറഞ്ഞാൽ അടിച്ചു തരും. അത് 6ാം ക്ലാസ് ലെവലിൽ മതിയെന്ന് പറഞ്ഞാൽ അതും തരും, +2 ലെവലിൽ മതിയെന്ന് പറഞ്ഞാൽ അതും തരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിയുടെ വിവേചനമോ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനോ ഒക്കെ ഇല്ലാതെ പോകുന്നു.
അപ്പോൾ നെറ്റിൻ്റെ യൂസേജിനോടൊപ്പം നെറ്റിലൂടെ നമ്മളെ കീഴടക്കുന്ന AI കുറിച്ചും അല്പം കൂടെ കരുതലുള്ളവരായിരിക്കണമെന്നാണ് എൻ്റെ സ്നേഹപൂർവമായ ആലോചന പറയുന്നത്. കാരണം AI നമ്മുടെ കുഞ്ഞുങ്ങളെ മറികടന്നു പറഞ്ഞാട്ടെ. ഫിലിപ്പ് കല്ലട സാർ അവിടുന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിൽസൺ സാർ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ എ.വി. തോമസ് അച്ഛൻ്റെ പ്രഭാഷണം വ്യക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നു. ഒന്നാമത്, കുടുംബ ബന്ധങ്ങളിലെ ചതിക്കുതികുഴികൾ ഇൻഫർമേഷൻ മുഖേന നമുക്ക് പണ്ട് മുതലേ ഉണ്ട്. കുറേശ്ശെ അയൽവക്കത്തിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ ഇപ്പോൾ ലോകം മുഴുവൻ ഒരു ഒറ്റ കുടുംബമായിരിക്കുക. നമുക്ക് ഇപ്പം പറഞ്ഞ ഈ പാറ്റായെ സംബന്ധിച്ചിടത്തോളം ഇത് തുടങ്ങി വെച്ചത് അമേരിക്കയിലെ നിന്നൊരു പയ്യനാണ്. അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയാണ് ചെയ്തത്. ലോകത്തിൽ എവിടെ ഇരുന്നാലും ഇൻഫർമേഷനിലൂടെ നമുക്ക് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒരുപോലെ മനസ്സിലാക്കുവാനുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ക്ഷോഭിക്കുന്ന യുവാക്കളുടെ തലമുറയാണിത്. നിസാര കാര്യത്തിന് ഒരു കാര്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ന്യായമായിട്ടുള്ളത് ലഭിച്ചില്ലെങ്കിൽ, തെറ്റായിട്ട് കാണുമ്പോൾ, നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ലീക്കാകുമ്പോൾ ഇതൊക്കെ സഹിക്കാനുള്ള കഴിവ് പണ്ടത്തെ പോലെ ഒരു അടിയും കൊടുത്ത് നീ പോടാന്ന് പറയുന്ന ഏർപ്പാടിന്നില്ല. ആ രീതിയിലേക്ക് ചെറുപ്പക്കാരും കുട്ടികളും വളരുവാൻ കാരണം ഇൻഫർമേഷൻ ടെക്നോളജി തന്നെയാണ്. അതിലൂടെ ഇൻ്റർനെറ്റിലൂടെ വന്നിട്ടുള്ള ഈ അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഒരു ക്രമമായിട്ട് അച്ഛൻ പറഞ്ഞ 7 കാര്യങ്ങൾ ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് സംശയം, ഒന്നൊരു കാര്യം കൂടി അച്ഛനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന, ഞാൻ കേരളത്തെ ഉദ്ദേശിക്കുന്നു കൂടുതലും, കുട്ടികൾ ഇന്ന് മദ്യപാനത്തിലേക്കും മറ്റ് കഞ്ചാവിലേക്കുമൊക്കെ തിരിയുന്നതിന് കാരണവും ഇൻ്റർനെറ്റ് തന്നെയാണ്. മറ്റ് പല രാജ്യങ്ങളിലും അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികൾ അവർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ചോദിക്കും, നീ കുടിക്കരുതെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇതിന് 1000 ഷാപ്പ് തുറന്ന് വെച്ചിരിക്കുന്നത് മൃഗങ്ങൾ കുടിക്കാനാണ്, പാമ്പിന് കുടിക്കാനാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകുന്നു. അതാണ് ഒന്നാമത്തെ ക്ഷോഭം. രണ്ടാമത്, വിദേശ പഠനത്തിന് ഒരുങ്ങുന്ന കുട്ടികളെ ചതിക്കുഴിയിൽ ചാടിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ സെൻറ്ററുകളും ഏജൻസികളുമുണ്ട്. അച്ഛനെക്കുറിച്ച് ഒരു വാക്ക് പറയുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ഏജൻസികളുടെ അടിയിൽപ്പെട്ട് ചതിച്ച് തെറ്റായ വിസയും ഒക്കെ കൊടുത്ത് അവിടെ പോയി ജയിലിലായവർ, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടവർ, വീടും വസ്തുവെല്ലാം ബാങ്കുകാരെടുത്തുകൊണ്ട് പോയി പണയപ്പെടുത്തി ഒന്നുമില്ലാതായവർ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മളറിയാത്തവരായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊരു വലിയ ചതിക്കുഴിയാണ്. അതിനെതിരായിട്ട് ജാഗരൂകരായിട്ട് ഇരിപ്പാൻ നമ്മളാരും ഒന്നും പറയുന്നില്ല. നീ പൊക്കോ എന്നാണ് പറയുന്നത്. എന്നാൽ പോകുന്നത് ശരിയായിട്ടാണോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്, ചില സഭകളുമുണ്ട്. എന്നാൽ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്നില്ല. അത് വിട്ട് കളഞ്ഞിരിക്കുകയാണ്. കുടിയന്മാരെ പോലെ തന്നെ ഇത് നിങ്ങൾ പോയി പണം ചിലവാക്കി ഒന്നും കൊണ്ടായിട്ടല്ലേ എന്നൊരു ധാരണയുണ്ട്. അതാണ് രണ്ടാമത്തെ ഞാൻ ഉദ്ദേശിച്ച ചതിക്കുഴി. മൂന്നാമത്, ഈ കുട്ടികളുടെ ഇൻഫർമേഷൻ്റെ വിസ്ഫോടനം കൊണ്ട് ഇവർ മാർക്കറ്റിൽ ഇറങ്ങും. പലതരത്തിലുള്ള ഇല്ലാത്ത മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, ഇതിലിറങ്ങി ഇപ്പോൾ എനിക്ക് 1 കോടി കിട്ടും, 2 കോടി കിട്ടും, 2 ലക്ഷം കിട്ടി, നിൻ്റെ അക്കൗണ്ട് ഇത്ര വന്നു എന്ന് അവർ കേൾക്കുമ്പോൾ അതിനായിട്ട് ശ്രമിച്ച് പണം നഷ്ടപ്പെട്ട് അവസാനം വീട്ടുകാരറിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ചതിക്കുഴികൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. 1-2 കാര്യമൊക്കെ പത്രത്തിൽ വന്ന് അവൻ ആത്മഹത്യ ചെയ്തു എന്നാണെന്ന് പറയും. അതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കാൻ നാം തീർച്ചയായിട്ടും സൂക്ഷിക്കണം. ഇതാണ്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള കുട്ടികൾ വീട്ടിലാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. എനിക്കിന്ന് ഇത്ര 1000 രൂപ വേണം ഇന്ന കാര്യത്തിന്, വഴക്കായി വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ എന്ത്, പലരും പണമൊക്കെ ആഭരണമൊക്കെ ബാങ്കിൽ കൊണ്ട് അടമാനം വെച്ച് പൈസ കൊടുക്കും. എന്നാൽ ചിലർക്ക് പണം ഇല്ല, നീ എന്തെങ്കിലും ചെയ്തോളാൻ പറയുമ്പോൾ അവനൊക്കെ പണങ്ങിപ്പോകും. ഇങ്ങനെ പണങ്ങിപ്പോകുന്ന കുട്ടികളെല്ലാം നമ്മുടെ നാട്ടിൽ ഏറ്റവും മോശമായ സെൻറ്ററിൽ ചെന്ന്, ബോംബെയിലോ ഡൽഹിയിലോ അങ്ങനെയുള്ള സെൻറ്ററിൽ ചെന്ന് അവർ ജീവിതം തകർക്കുകയും അവസാനം മരിച്ചു വന്നും റെയിൽവേ സ്റ്റാക്കിൽ
ശവം കിട്ടിയെന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതിനെ നാം സൂക്ഷിക്കണം, ഇതിനെ കടിഞ്ഞാണിടണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ തെറ്റായ അനുഭവത്തിലൂടെ ജീവിക്കുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ തന്നെയുണ്ട്. അച്ഛൻ പറഞ്ഞല്ലോ, അയൽവക്കത്തുള്ള കുട്ടികളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരുന്നുവെന്ന്. പലപ്പോഴും ബന്ധമുള്ളത് ഒരേ കുട്ടിയോടായിരിക്കും, അല്ലെങ്കിൽ 2 കുട്ടികളോടായിരിക്കും. അവരിവനെപ്പോലെ തന്നെയുള്ളവരായിരിക്കും, ഒരേ കാറ്റഗറിപ്പെട്ടവരാണ് ഒരുമിച്ച് വരുന്നത്. അവർ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയയില്ല. ഇത് പലപ്പോഴും അപകടമായി തീരുകയും സ്കൂളിലോ വീട്ടിലോ അറിയാതെ ജീവൻ നഷ്ടപ്പെടുവാനും ഒളിച്ചോടുവാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നുണ്ട്. 4ാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞതാണ്, സെക്സിനെ കുറിച്ചുള്ളതാണ്. സെക്സ് കുഞ്ഞു കുട്ടികളിലേക്ക് പടരുവാനുള്ള കാരണം ഇൻഫർമേഷൻ്റെ ടെക്നോളജിയിൽ കൂടെ ഉള്ള വിസ്ഫോടനമാണ്. ഇതിനെക്കുറിച്ച് വളരെ ജാഗരൂകരായിരിക്കണം. അത് അച്ഛനെ പറഞ്ഞു. ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളോ പഠിപ്പിക്കുന്ന സിലബസോ ഒന്നും നമ്മുടെ നാട്ടിലില്ല. സത്യം അതാണ്. അതുകൊണ്ട് ഇത് പഠിപ്പിക്കുവാൻ, ഒന്നാമത് ഇതൊക്കെ പഠിപ്പിക്കുന്ന ഏതോ മോശമാണെന്നൊരു ധാരണ പല ടീച്ചേഴ്സിനുണ്ട്. ഇതൊക്കെ കുട്ടികൾ അറിയണ്ട, പറയണ്ടെന്ന്. അങ്ങനെയല്ല, വിദേശത്തൊക്കെ അങ്ങനെ അല്ലല്ലോ പഠിപ്പിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ ഇതെല്ലാം പഠിപ്പിച്ചതിൻ്റെ കാരണം പറയുന്നുണ്ടല്ലോ. അപ്പോൾ പഠിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സ്കൂളിലോ അച്ഛനിക്കുന്ന ഇടവകയിലോ മറ്റിടവകളിലോ ഒക്കെ നാം സൺഡേ സ്കൂളിലൂടെയും യുവജന സഖ്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കും. ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് വിശദമാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നു. 2-3 കാര്യങ്ങൾ. പണമാണ് എല്ലാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നാട് മാറിയിട്ടുണ്ട്. പണം ഉണ്ടാക്കിയാൽ മതി. അത് മാർക്കറ്റ്, ഇപ്പൊ ഷെയർ മാർക്കറ്റിലൊക്കെ ഡീൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അതിങ്ങനെ കുറച്ച് കാശ് അങ്ങോട്ട് കൊണ്ടിട്ടാൽ 100 കോടി കയ്യിലേക്ക് വരുന്ന ഒരു പരിപാടി അല്ല. വളരെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട വളരെ ചതിക്കുഴികളുള്ള ഒരിടമാണത്. അതുപോലെ പ്രത്യേകിച്ച് ഡെയിലി ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ, ഇത് പലതും ട്രാപ്പാണ്. പക്ഷേ പണം ഉണ്ടാക്കിയാൽ മതി. അതായത് സക്സസ്ഫുൾ ലൈഫാണ് വേണ്ടത്, ഫ്രൂട്ട്ഫുൾ ലൈഫ് അല്ല എന്നുള്ള ഒരിതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ തീർന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. സക്സസ്ഫുൾ ആണ് ലൈഫ് എങ്കിൽ നല്ലതാണ്, പക്ഷെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂട്ടത്തിൽ സക്സസ് ആകാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇന്നിപ്പോൾ പറയുന്നത് അങ്ങനെയല്ല, പണമാണ് എല്ലാം, പണം ഉണ്ടാക്കണം. പിന്നെ ബാംഗ്ലൂരിൽ പോയി പഠിക്കണം, വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറയുന്ന കുട്ടികളിൽ 80% പേരും വീട്ടിലെ ഈ ഗുസ്തിയിൽ നിന്ന് ഒഴിയാമല്ലോ, വീട്ടിൽ നിന്ന് മാറാമല്ലോ, എനിക്ക് ഇഷ്ടം പോലെ ആകാമല്ലോ, നെറ്റിൽ കാണുന്ന ഈ ലൈഫ് ഇവനെ വല്ലാതെ എൻഡൈസ് ചെയ്യും, ആകർഷിക്കും. അപ്പൊ വസ്ത്രധാരണം, കല്യാണോറപ്പ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിലൊക്കെ നമ്മുടെ ആളുകളുടെ വസ്ത്രധാരണം, ഭക്ഷണം ദുർവിനിയോഗം ചെയ്യുന്നത്, പണത്തിനോട് ബഹുമാനമില്ലായ്മ, ദൈവത്തിന്റെ സകലദാനങ്ങളോട് ബഹുമാനമില്ലായ്മ, ഇത് വളരെയേറെ കാണാനുണ്ട്. ഇതിന് സഭയായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. എത്രമാത്രമാണ് ഇടവക ചുമതലയുള്ള അച്ഛന്മാർക്ക് ഈ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിലും എനിക്ക് സംശയമുണ്ട്. പ്രിയപ്പെട്ട ഡാനച്ചനൊക്കെ അതിനകത്ത് കാര്യങ്ങൾ പറയാൻ പറ്റുമായിരിക്കും. ഞാൻ വിദേശത്ത് വളരെ കാലം ജീവിച്ച ഒരാളെന്നുള്ളതിൽ രണ്ടും ഞാൻ വളരെ അച്ചടക്കമുള്ള രാജ്യത്തെന്ന് പറയാവുന്ന ജപ്പാനിലും കൊറിയയിലുമാണ് ഞാൻ കൂടുതൽ കാലം ജീവിച്ചിട്ടുള്ളത്. അവിടെ പക്ഷേ കൊറിയയിലെ സഭ വളരെ കാര്യമായിട്ട് ഈ കാര്യത്തിൽ, കാരണം കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിലും കുഞ്ഞുങ്ങൾക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്നതിലും വളരെ ശ്രദ്ധിക്കുന്ന ഒരു സഭയാണെന്നാണ് എനിക്ക് നേരിട്ടുള്ളത്. പക്ഷേ കുഞ്ഞിലെ മുതലേ അതിനകത്ത് പേരൻസിന്റെ ഒരു കാര്യമുണ്ട്. വളരെ കൊച്ചു കുട്ടികളെ പോലും യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ആക്ഷൻസ്, നീ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് നിന്നെ തേടി വരും, ഞാൻ പിന്തുണയ്ക്കാൻ ഉണ്ടാവത്തില്ല എന്നുള്ള മെസ്സേജ് കുഞ്ഞിലേ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാർ പലർക്കും നീ എന്തും ചെയ്തിട്ട് പൊക്കോ, നിന്നെ ഒരാൾ വഴക്ക് പറഞ്ഞു, നീ അവനെ തല്ലി കാലൊടിച്ചിട്ടെങ്കിൽ പോലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന പേരൻസും പാപ്പന്മാരും ഒക്കെ ഉള്ളതാണ് നമ്മുടെ നാട്. ഒരാൾ വരെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല, സാരമില്ല മോനെ പോട്ടെ. അതുകൊണ്ട് ക്ഷമിക്കുന്നത് മോശമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു തലമുറയുടെ അളവ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ മത്സര ബുദ്ധി കൂടുന്നു, കോപം, ദേഷ്യം, പിണക്കം, ആലുഷ്യം, അസൂയ, പക, ഇതൊക്കെ കുറയ്ക്കാനല്ല, ഇതിനകത്തൊക്കെ നെയ്യ് കോരി ഒഴിക്കുന്ന, നെയ്യ് ഒഴിച്ചെന്ന് പറയുന്ന പോലുള്ള ഇതിനെ കൂട്ടുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് കണ്ടുവരുന്നത്. പൊതുവെ ആളുകൾ
വിനയം കുറഞ്ഞവരാകുന്നു എന്ന് കാണുന്നുണ്ട്. സാറ് ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞത്, ചെറുപ്പക്കാർ ഇപ്പൊ മദ്യത്തിനുള്ള ഒരു പ്രശ്നം, നല്ല വിൽ പവറും ചികിത്സയും കിട്ടിയാൽ ഒരുവിധപ്പെട്ട മദ്യത്തിന്റെ ട്രാപ്പിൽ നിന്ന് വേണമെങ്കിൽ രക്ഷപ്പെടാം. എന്നാൽ ഒരിക്കൽ ചില കുട്ടികളുടെ തലച്ചോറിൽ ഒരിക്കൽ മെത്താംഫിറ്റമിൻ, MDMA അതുപോലെയുള്ള കുറെ ലഹരി വസ്തുക്കളുണ്ട്, കനാബിനോയിഡ്സ് ആയിട്ടുള്ള അനന്തമൈഡ് കാറ്റഗറിയിൽ പെടുന്ന കനാബിനോയിഡ്സ് ഉപയോഗിച്ചാൽ ഒരിക്കൽ പോലും പിന്നെ നിനക്ക് അതിൽ നിന്ന് ഊരാൻ വയ്യാത്ത പോലുള്ള ചേഞ്ചസ് ബ്രെയിനിന്റെ ഗ്രൂവിങ്ങിൽ ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ട്. അത് ചുരുക്കം ചിലതേ ഉള്ളൂ. കഞ്ചാവിൽ നിന്ന് എടുക്കുന്നത്, കൂൾ എന്ന് പറഞ്ഞ് കുട്ടികൾ ചുണ്ടിനിടയ്ക്ക് വെക്കുന്നത്, MDMA, മെത്താംഫിറ്റമിൻ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ, എല്ലാത്തിന്റെ പേര് പറയുന്നില്ല, ഇങ്ങനെയുള്ള ചിലതുണ്ട്. ഒരിക്കലും ഉപയോഗിച്ചു. ഇപ്പം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും അപ്പച്ചമാർ ചിലർ വല്ലപ്പോഴും ഒരു കള്ള് കുടിക്കുന്നവരോ, കള്ളപ്പം ഉണ്ടാക്കാൻ കള്ള് വാങ്ങിച്ചപ്പം ശകലം കുടിച്ചവരോ, അല്ലെങ്കിൽ വല്ലപ്പോഴും കൂടിയപ്പം കല്യാണത്തിന് പോയപ്പോൾ ഒരു വിസ്കി രുചിച്ച് നോക്കിയവരൊക്കെ അപ്പച്ചമാരുടെ കൂട്ടത്തിൽ ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. മദ്യപാനം ചെറുപ്പക്കാർക്കിടയിൽ വളരെയേറെ കൂടിയിട്ടില്ല, ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം. പക്ഷെ ചെറുപ്പക്കാർക്കിടയിൽ MDMA, കഞ്ചാവിന്റെ ഡെറിവേറ്റീവ്സ്, മെത്താംഫിറ്റമിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിന്റെ ഒരു കാര്യം കൂടി രക്ഷകർത്താക്കൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി അറിയാമായിരിക്കും നിങ്ങൾക്ക്. നമ്മളൊരു 20 ml വിസ്കി കുടിച്ചാൽ ലിവറിൽ കൂടെ ചെന്നൊക്കെ കരളിനകത്ത് ഇത് വരുമ്പോഴത്തേക്ക് 3 to 4% കരളിലെത്താൻ പറ്റും. കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കൂടെ പോകുന്നു, ആമാശയത്തിൽ ചെല്ലുന്നു, കരളിൽ ചെല്ലുന്നു, അവിടെ ഫ്ലാഗ് ചെയ്യപ്പെടുന്നു. ആൽക്കഹോളിന്റെ കണ്ടന്റ് അങ്ങ് വരെ പോകാൻ പറ്റത്തില്ല. അപ്പം ചെറിയ അളവിലേ ചെല്ലും, സമയമെടുക്കും. എന്നാൽ കുട്ടികൾക്ക് ഇപ്പൊ വെക്കുന്ന തിരുവനന്തപുരത്ത് വളരെ സുലഭമായിട്ടുള്ള കൂൾ എന്ന് വിളിക്കുന്ന വളരെ ലൈറ്റായിട്ട് ആംഫിറ്റമിൻ കൺട്രോൾ ഉള്ള ഒരു സാധനമുണ്ട്. അത് കുഞ്ഞൊരു ടാബ്ലറ്റാണ്, ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിനകത്ത് പൊതിഞ്ഞ പോലെ, കുപ്പിച്ചില്ല് പൊടിച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ മയക്കുമരുന്നുണ്ട്. അതുകൊണ്ട് അത് വെക്കുന്നത് ഇവിടെ കീഴ്ചുണ്ടിന് താഴ്വശത്താണ്. അത് വെക്കുന്ന ഉടനെ അടുക്കളുള്ള കാപ്പിലറീസ്, രക്തക്കൊഴലുകൾ മുറിയുന്നു. ഈ രാസവസ്തു നേരിട്ട് തലയിലേക്കാണ് നെർവ്സിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? 1 രൂപയാണ് അതിന്റെ വില. എല്ലാ ഓട്ടോ കാർഡയിലും ഇവിടുന്ന് കിട്ടും. ഞാനൊരു കോളേജിലെ സൈക്കോളജിസ്റ്റ് ഓൺ കോൾ ആണ്. അവിടെ ചെന്നപ്പോൾ പെൺകുട്ടികളുടെ എല്ലാം അതുണ്ട്. ഒരു കൊച്ച് അവിടെ അമ്മയുടെ മുന്നേ വെച്ച് അതെല്ലാം കൂടി അവിടെ 50. ഞാൻ ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഇത് 50 രൂപയ്ക്ക് കിട്ടുന്ന, ഞാനിത് 250 രൂപയ്ക്ക് വിൽക്കും എന്ന് പറഞ്ഞു. നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചാൽ ചില കുട്ടികൾക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റത്തില്ല. അങ്ങനെ തലച്ചോറിന്റെ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് IQ ലെവൽ കുറച്ച് കുറവുള്ളവരും ഇന്റലിജൻസ് നന്നായിട്ട് ഉപയോഗിക്കാൻ ശേഷിയും പരിശീലനവും കുറഞ്ഞിട്ടുള്ളവര് ഈ ട്രാപ്പിൽ ഒരിക്കൽ പെട്ടാൽ പിന്നെ കയറത്തില്ല. പിന്നെ ആത്മഹത്യയോ കൊലപാതകമോ ഇതിന് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള മോഷണമോ അതിക്രമങ്ങളോ ഒക്കെയാണ്. TV-യുടെ റിമോട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞ് 13 വയസ്സുള്ള ഒരു കുഞ്ഞ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. ആലോചിച്ച് നോക്കി, ഇവിടെ ഇരിക്കുന്നതിൽ 50 വയസ്സിന് മുകളിലുള്ളവരെന്ന് ആലോചിച്ചറിയാം, അല്ലെ 60 വയസ്സുള്ളവരോ. 10ാമത്തെ വയസ്സിലൊക്കെ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി എന്ന് പോലും അറിയില്ല. ഇന്ന് ഹൗ ടു കമ്മിറ്റ് സൂയിസൈഡ് എന്ന് ഇന്റർനെറ്റ് ചോദിച്ചാൽ മതി. എഫക്റ്റീവ് ആയിട്ടുള്ള 7 മെത്തേഡ്സ് കാണിച്ചു തരും ആദ്യം തന്നെ. ഈ തരത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ സാറ് പറഞ്ഞതിനോട് യോജിക്കുന്നു. കുടുംബങ്ങൾ, പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. എല്ലാ കുടുംബങ്ങളും ഞാനിങ്ങനെ പറഞ്ഞാണെന്ന് കരുതരുത് കേട്ടോ. വളരെ ചിട്ടയോടെ ദേശത്തും വിദേശത്തും അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പല കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളും അവരുടെ സഭയോടും സമൂഹത്തോടും മാതാപിതാക്കളോടും ബഹുമാനിക്കേണ്ടവരോടും ഒക്കെ കരുതലും വാത്സല്യമുള്ളവരാണ്. പക്ഷെ അല്പം കൂടെ വിനയമുള്ളവരാകാൻ, അല്പം കൂടെ ക്ഷമയുള്ളവരാകാൻ, അല്പം കൂടെ കമ്പാഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ലെറ്റിംഗ് ഗോ, സാരമില്ല പോട്ടെ എന്ന് പറയാനായിട്ട് ഉള്ള മനസ്സ് നമ്മുടെ വീടുകളിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ മനഃപൂർവ്വം ശ്രമിച്ചാൽ നടക്കും. അതിനുള്ള പല വഴികളൊക്കെ ഉണ്ട്. അതിനുള്ള ധ്യാനങ്ങളുണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്, അതിനുള്ള ചില മനഃശാസ്ത്രപരമായ രീതികളുണ്ട്. വിൽസൺ സാറ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. ഞാൻ അച്ഛൻ്റെ പ്രഭാഷണം വളരെ ശ്രദ്ധാപൂർവം കേട്ടു. വളരെ സന്തോഷമുണ്ട്. വളരെയധികം വിഷയങ്ങൾ അച്ഛൻ ഈ ചെറിയ പ്രഭാഷണത്തിനുള്ളിൽ കൊണ്ടുവന്നു. കാരണം ഇതൊരു വലിയ വൈഡ് വിഷയമാണ്. അത് അത്ര പെട്ടെന്നല്ല 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് തീർക്കാവുന്ന വിഷയം അല്ലെങ്കിലും അച്ഛൻ ഇത്രയും ഭംഗിയായിട്ട് ഈ വിഷയത്തിന്റെ, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഊന്നലായിരുന്നല്ലോ നമ്മുടെ ടോപ്പിക്കിൽ, കുടുംബം എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തു തന്നെയാണ് അച്ഛൻ വിഷയം അവതരിപ്പിച്ച്. അച്ഛനെ അഭിനന്ദിക്കുന്നു. എനിക്ക് ചർച്ചയ്ക്ക് വേണ്ടി 2-3 കാര്യങ്ങളൂടെ
ഉന്നയിക്കാനുണ്ട്. ഒന്ന് അച്ഛൻ കാഷ്വലായിട്ട് പറയുവാണ്, ഈ കോക്രോച്ച് ഇഷ്യൂ പെട്ടെന്നുണ്ടായത് സുപ്രീം കോടതി ജഡ്ജി സൂര്യകാന്തിന്റെ യുവജനങ്ങളെ കോക്രോച്ച് പോലെന്ന് ഉപമിച്ച ഒരു പ്രസ്താവനയുടെ പരിണിതിയാണ്. കാര്യം ജനങ്ങളെ സുപ്രീം കോടതിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളൊക്കെ യുവത്വത്തിനെ ആ രീതിയിൽ അവഹേളിച്ചാല് പ്രതികരിച്ചത്. അതുകൊണ്ടാണ് കോക്രോച്ച് എന്ന്. ജനങ്ങള് സംതൃപ്തരല്ല, യൂത്ത് സംതൃപ്തരല്ല എന്നുള്ള ഫാക്ട് ആണ് അതിൽ കൂടി വന്നത്. എങ്കിലും കോക്രോച്ചിന് എന്നുള്ള പേര് വന്നത് സുപ്രീം കോടതി ജഡ്ജ് ഉപയോഗിച്ച ആ ഒരു പദത്തിൽ നിന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇന്റർനെറ്റില് ചതിക്കുഴി എന്ന് പറയുമ്പോൾ നമ്മളുടെ നേരിട്ടിപ്പോ ഈ രീതിയിലുള്ള ചതിക്കുഴി, പ്രത്യേകിച്ച് നമ്മുടെ ഫിലിപ്പ് കല്ലട സാർ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ യാക്കോബ സഭയിലെ കൂർലോസ് തിരുമേനി അടുത്ത കാലത്ത് ഒരു ഇന്റർനെറ്റ് തട്ടിപ്പ്, അതായത് ഒരു സോഷ്യൽ മീഡിയയിലൂടെ വന്ന തട്ടിപ്പില് 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായിട്ട് നമ്മുടെ മീഡിയകളിലെല്ലാം വന്നു. അതുപോലുള്ള ഒരു വിഷയം നിരന്തരം നമ്മെ വേട്ടയാടുന്നുണ്ട് ഈ പുതിയ സംവിധാനത്തിലൂടെ. അത് കുറെ കൂടെ ബോധവാന്മാരാകേണ്ടിയ ഒരു വിഷയമാണ്. കാരണം ഏത് നിമിഷവും ഒരു തട്ടിപ്പിന് വിധേയപ്പെടാൻ, എത്രയും മിടുക്കനായ ആൾ പോലും വിധേയപ്പെടാനുള്ള സാഹചര്യം ഈ ഒരു പ്രസ്ഥാനത്തിൽ കൂടെ, അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ട്. അതിന്റെ ഏത് രീതിയിലാണ് നമ്മളോട് വിളിക്കുന്നതെന്ന്, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ ദിവസവും ഈ തട്ടിപ്പിന് ഇരയാകാവുന്ന കോളുകൾ വരുന്നുണ്ട്. ചില ദിവസം ഇൻഷുറൻസിന്റെ തുക മച്ചുവേർഡായി അത് അയച്ചു തരാനായിട്ട് അതിന്റെ OTP ഒരു 6 ഡിജിറ്റ് ഇങ്ങോട്ട് അയച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞ് ആ രീതി വളരെ ഈസി ആയിട്ട് വരും. വളരെ ഈ വിർച്വൽ അറസ്റ്റ് പോലുള്ള സംഭവങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒരു ചർച്ച കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പിന്നെ വിവാഹ മോചനവുമായിട്ട് അച്ഛൻ ഒന്ന് സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുന്നു, ആ വിഷയത്തില് ഇന്റർനെറ്റ് അല്ലെ സോഷ്യൽ മീഡിയയുടെ വളർച്ച വിവാഹമോചനം വർദ്ധിക്കാൻ ഒരു കാരണമായെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു അടിസ്ഥാന കാരണം ഈ കുഞ്ഞുങ്ങൾ തന്നെയല്ല, മാതാപിതാക്കളോടെയാണ്. അവർക്ക് ഡേ ടു ഡേ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ ഡേ ടു ഡേ ഇടപെടാനായിട്ടുള്ള സംവിധാനം ലഭ്യമായപ്പോൾ വിവാഹം കഴിച്ച കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ അപ്പനും അമ്മയും ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഈ വാട്സപ്പിലൂടെയും മറ്റുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെയും ഇന്റർനെറ്റുകളിലൂടെയും ഇടപെടുന്നു. രാവിലെ ഒരു വീട്ടിലൊരു കെട്ടിച്ചു വിട്ട മകള് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് വൈകിട്ട് കിടക്കാൻ പോയപ്പം വരെയുള്ള കഥ ഈ അമ്മയും അല്ലെ അപ്പനും അറിഞ്ഞ് അതിന് മറുപടിയും ഇടയ്ക്ക് ഭർത്താവ് ഒന്ന് ഷൗട്ട് ചെയ്തതിന് തിരിച്ച് ഇന്നത് പറയണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇന്റർനെറ്റ് അല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഈ വിഷയത്തിലുള്ള അപ്രോച്ചും അല്ലേ ആ രീതിയിൽ ഒരു ചിന്തയും ആവശ്യമുണ്ടെന്ന് ആയിട്ട് ഈ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ വെക്കുന്നു. ഏറ്റവും ഒടുവില് സഭയും ഇടവകയും അച്ഛനെ പല കാര്യങ്ങളും ചെയ്തപ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാഞ്ഞതിന്റെ ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കാർഷിക വ്യവസ്ഥിതിയിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു സംവിധാനത്തിലൂടെ വളരുന്ന സഭയ്ക്ക് ആ കാർഷിക വ്യവസ്ഥിതിയും ഗൾഫും വിദേശ ജോലിക്ക് ഉപരിയായിട്ട് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലേക്ക് ഉയരുവാന് സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ രീതിയിൽ സഭ ഉയരണ്ടായി അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ പുതിയ സംവിധാനങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഏത് രീതിയിൽ എവിടൊക്കെ അതിന്റെ പാളിച്ചകളുണ്ട് അതിനെ ബോധവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്കൂടെ സഭയെ ഇടവകയെ ഉയരേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ആ കാര്യത്തിലൂടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും സാറിന്റെ ചോദ്യങ്ങൾക്ക് സന്തോഷമുണ്ട്. ആദ്യം ചോദിച്ച 2-3 കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ നോക്കിയാൽ, ഈ ഒരു ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം അറിയാമല്ലോ. നമ്മൾ പേസ്റ്റ് വാങ്ങിച്ചാലും പച്ചക്കറി വാങ്ങിച്ചാലും എവിടുന്ന് വാങ്ങിച്ചു, ആര് വാങ്ങിച്ചു, എത്ര വാങ്ങിച്ചു, നമ്മൾ ക്രെഡിറ്റ് കാർഡിലൂടെയോ UPIയിലൂടെയോ പേ ചെയ്യുമ്പോൾ നമ്മുടെ വിവരം മുഴുവൻ കൈമാറ്റം ചെയ്യപ്പെടുക.
എയർപോർട്ടിൽ കൂടെ പാസ് ചെയ്താലും ലുലുമാളിൽ കൂടെ പാസ് ചെയ്താലും കമ്പ്യൂട്ടർ വഴി ബില്ല് തരുന്ന മിക്കവാറും എല്ലാത്തിലും വരുമ്പം നമ്മുടെ ഡേറ്റ എടുക്കപ്പെടുന്നു. ഇത് മാർക്കറ്റിങ്ങിന് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതുപോലെയുള്ള ഫിഷിങ്ങിലേക്ക് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് അതായത് 1000 പേരെ വിളിക്കുമ്പോൾ 10 പേര് വീണാൽ മതി. വെർച്വൽ അറസ്റ്റ്. ഇതിനകത്ത് വരാവുന്ന ഒരു കാര്യം, ഈ നമ്മൾ കൃത്യമായിട്ട് അറിയാൻ വയ്യാത്ത കാര്യം, ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ആ വരാൻ പറ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത സമയത്ത് ഒരു വിദേശ യാത്ര നടത്തിയിട്ട് ഇവിടെ വന്നതിന്റെ 3-ാമത്തെ ദിവസം റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ SBIയുടെ മാനേജരൊക്കെ ആയിട്ട് സംസാരിച്ചുള്ളൂ, റിസർവ് ബാങ്ക് ഗവർണർ പോലെ ഒരാളുമായിട്ട് സംസാരിക്കാനിടയായത് വളരെ സന്തോഷമാണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായത് ഞാൻ അവരെ പൊട്ടം കളിപ്പിക്കുമായിരുന്നു. അത് പറഞ്ഞ് പോലീസ് ഇപ്പം വരും, അത് കാശ് ഇങ്ങോട്ട് മാറി. ഞാൻ പറഞ്ഞു, കാശ് എൻ്റെ കയ്യിലുള്ള കാശ് മുഴുവൻ ഞാനിങ്ങനെ ചാക്കിൽ കെട്ടി കട്ടിക്കയിൽ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ വിട്ടാ കൊടുത്തയക്കാം എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, നിങ്ങൾ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ, യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എഴുന്നേക്കണോ, ഒന്ന് കുളിച്ചിട്ട് മതി, അതോ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കണോ എന്ന് അവരോട് ചോദിച്ചു. അതായത് നമ്മളെ കളിപ്പിക്കാൻ ഒരാൾക്ക് പറ്റത്തില്ല എന്ന് നമ്മൾ അറിയും. എന്നാലും കളിപ്പിക്കുന്ന ഒത്തിരി പണിയുണ്ട്. OTP ഇങ്ങ് പറഞ്ഞ് OTP ഫോണിലൂടെ ആവശ്യപ്പെടുന്ന യാതൊരു കാര്യത്തിനും, പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്ന യാതൊരു കോളും അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. ഇതിനകത്ത് ഈ വിഷയങ്ങളിലൊക്കെ ആഴത്തിൽ അറിവും പഠനവും ഒക്കെ ഉള്ള ഡോക്ടർ പ്രസന്നകുമാർ പോലെയുള്ള സാർമാരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ബിഗ് ഡേറ്റ വെച്ച് നമ്മളെ കുഴപ്പത്തിലാക്കുന്നതെന്നൊക്കെ. അപ്പം സെല്ലിംഗ്, ബൈയിങ്, ഇൻഷുറൻസ്, കാറ് പർച്ചേസ്, ഇതിനകത്തെല്ലാം ഇത് വരുന്നതാണ്. ഇപ്പൊ ഡിവോഴ്സ് സംബന്ധിച്ച് പേരൻസിന്റെ ഒരു പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. ചെറുക്കനും പെണ്ണും കൂടെ കല്യാണം കഴിഞ്ഞു പോയാൽ അവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. രാവിലെ പ്രത്യേകിച്ച് വാട്സപ്പ് ഫ്രീ ആണ്, 400 രൂപ കൊടുത്തു ഇത് എടുത്തിട്ടിരുന്നാൽ, അല്ലെങ്കിൽ ഓൺലൈൻ ഇട്ടിരുന്നാൽ എപ്പോൾ വേണേലും പറയാം. അതുകൊണ്ട് എന്ത് പറ്റുന്നു, കാലത്ത് സംഭവിച്ചത് മുതൽ ചായക്ക് പഞ്ചസാര കുറഞ്ഞത് മുതൽ അവസാനം കിടക്കാൻ നേരത്ത് ബെഡ്ഷീറ്റ് കുറഞ്ഞു വിരിച്ചത് ശരിയായില്ലെന്നുള്ളത് വരെ അമ്മയുടെ അടുക്കൽ ചെല്ലുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, പിള്ളേർക്ക് ജീവിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ വേണം ഇതെല്ലാം ചെയ്യാൻ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈയിടെ ഇപ്പം ഞാനിവിടെ ഫാമിലി കോർട്ടിലെ ഡിവോഴ്സസിന്റെ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ വന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ, അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു കുട്ടി. അപ്പൊ അമ്മയും കൂടെ ആണ് വന്നത്, പെൺകുട്ടിയുടെ അമ്മ. അവരിങ്ങ് പോയിരുന്നു വീട്ടിൽ. അപ്പോൾ എന്തൊക്കെയോ കൊച്ചു പിള്ളേർ ചെയ്യുന്ന പോലുള്ള വഴക്കുണ്ടായിട്ടാണ് പിരിഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഈ അമ്മച്ചി എന്നോട് പറയുകയാണ്, അവൾ കുഞ്ഞല്ലേ, 29 വയസ്സല്ലേ ആയുള്ളൂ, അവളെ അവൻ വഴക്ക് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് അതിന്റെ പ്രധാന കാര്യം. മാരേജ് ഈസ് ആൻ അഡൽട്ട് ബിസിനസ്, അഡൽട്ട്സിനുള്ള കാര്യമാണ്. നിങ്ങൾ 29 വയസ്സായ കുഞ്ഞിനെ പിടിച്ച് കെട്ടിച്ചു എന്നുള്ളതാണ് പ്രശ്നം. കാരണം എന്താണ്, നഴ്സറിയിലെ കുഞ്ഞ് വന്ന് പറയുന്ന പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ ഉണ്ടാകുന്ന ന്യായമായ സൗന്ദര്യപ്പണങ്ങളോ ഒരുപക്ഷെ പേരൻസിനോട് ഷെയർ ചെയ്തിട്ട് യാതൊരു ആവശ്യവുമില്ലാത്ത അവരുടെ കിടപ്പ രഹസ്യങ്ങളോ വരെ ഇവരോട് പറയുകയാണ്. 28 വയസ്സുള്ള മോൾക്ക് 75 വയസ്സ് കഴിഞ്ഞ അമ്മച്ചിയുടെ കാലത്തെ ആലോചനകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വന്നിട്ട് ആ കുടുംബം തല്ലിപ്പിരിഞ്ഞ് പോകേണ്ടി വന്നു. ഞാൻ അടുപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാതെ കോടതി അവരെ പിരിയാനായിട്ട് അനുവദിച്ചു. സാറ് പറഞ്ഞ ആ കാര്യത്തിനോട് ഞാൻ വളരെ യോജിക്കുന്നു. ഈ ലെറ്റിംഗ് ഗോ, കല്യാണം കഴിപ്പിച്ചു വിട്ട അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമ്മളോട് വന്ന് പറയാത്തതിനകത്ത് കയറി ഇടപെടരുത്. അത് പല പേരൻസിനും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, അറിവൂടൊക്കെ വർദ്ധിച്ചുകൊണ്ട് പല പേരൻസും ഇപ്പോഴും വലിയ ചെറുപ്പം വിടാതെ 50s മദർ ഇൻ ലോസ് ഒക്കെ ഉണ്ട്. അവര് കുഞ്ഞുങ്ങളിൽ ചിലരൊക്കെ നേരത്തെ വിവാഹിതരാകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടും. ഇവർക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യങ്ങളിലും ഇടപെടും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇടപെട്ടിട്ട് കാര്യമില്ലാത്ത ചെറുപ്പക്കാരാ, പ്രത്യേകിച്ച് അവരുടെ, നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ സെക്ഷൽ റിലേറ്റഡ് അല്ലെങ്കിൽ അവരുടെ കോൺട്രാസെപ്ഷൻ, അങ്ങനത്തെ കാര്യത്തിൽ ഈ അമ്മച്ചി ഒന്നും പറയേണ്ടതില്ല. അമ്മച്ചിയൊക്കെ നല്ലതായിട്ട് ഇവർക്കറിയാം. അതുപോലും ഈ മോള് അമ്മച്ചിയോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു, ഡിവോഴ്സസ് ഇതിനെക്കുറിച്ച്. അപ്പൊ ഡിവോഴ്സിനകത്ത് മറ്റു പല കാരണങ്ങളുണ്ട്. അതിൽ എല്ലാം എനിക്കിവിടെ തുറന്ന് പറയാനായിട്ട് വിഷമമുണ്ട്. എന്നാലും ഒരെണ്ണം പറയാം. ഈ കുട്ടികളിൽ പലർക്കും നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെയുള്ള ഈ അനുഭവങ്ങൾ ചെറുപ്പത്തിലേ ഉണ്ടാകുന്നത് കൊണ്ട്, ഒരു പയ്യൻ അവൻ ഭാര്യയുമായിട്ട് ഇപ്പോഴവര് കല്യാണം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞപ്പോൾ ഡിവോഴ്സിന് വന്നു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സംഗതി അവരുടെ എക്സ്പെക്റ്റേഷൻ ഉള്ളതോ
അവർ ഇതിനു മുമ്പ് അറിഞ്ഞതുപോലെ ഉള്ള സെക്ഷൽ പ്ലഷർ അവർക്കുണ്ടാകുന്നില്ല. അത് ആദ്യത്തെ 2 ആഴ്ചയ്ക്ക് തന്നെ സംഭവിച്ചിരിക്കണം. കുടുംബജീവിതത്തിന്റെ സകല സുഖങ്ങളും ഗുണങ്ങളും നന്മകളും സകല ഭയന്നും ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പരിശീലിപ്പിച്ചത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. വെയിറ്റ് എന്നൊരു ഉത്തരം നമുക്കില്ല. യെസ് നോ ഇത് രണ്ടേ ഉള്ളൂ. പണ്ടാണെങ്കിൽ പറയുന്നു, അപ്പച്ചാ എനിക്ക് ഒരു ടൂറിന് പോകണം. അപ്പൊ അമ്മ പറയുന്നു, മക്കളെ ഈ പ്രാവശ്യം 300 രൂപ എടുക്കാൻ കാണത്തില്ല, നിനക്ക് അടുത്ത വർഷം പോയാൽ പോരെ. അപ്പച്ചന്റെ ബുദ്ധിമുട്ടിൽ പങ്കെടുത്തുകൊണ്ട് സങ്കടത്തോടാണെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയും. ഇതങ്ങനൊന്നും അല്ല. പപ്പയുടെ ഇന്നത്തെ ആ ഷർട്ടിനകത്ത് കണ്ടില്ല, ഞാൻ മമ്മിയുടെ ബാഗിൽ നിന്ന് എടുത്തോട്ടെ 3000 രൂപ, എന്തിനാന്ന് പോലും ചോദിക്കുന്നില്ല. ഈ മിഷിയോ കാഗു സ്ട്രിംഗ് തിയറിയുടെ ഒരു ഫിസിസിസ്റ്റ്, അദ്ദേഹം പറയുന്നത് 11 ലെവലിൽ റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേരെ ബൈനറിക്ക് വളർത്തിയതുകൊണ്ട് 2 ഉത്തരമേ ഉള്ളൂ. ഇപ്പൊ വന്ന് 2ഉമില്ല, പിള്ളേർ പറയുന്ന ഒരു ഉത്തരമേ ഉള്ളൂ, യെസ് നോ മാത്രമേ. അല്ല, വെയിറ്റ് ഒരു ഉത്തരമായിരുന്ന കാലമുണ്ട് ഇല്ലേ, നമുക്കറിയാം. ഇനി ചിലപ്പോൾ നോ ഉത്തരമായിരുന്നതുണ്ട്. ഇന്നത്തെ തലമുറ ബൈനറി ജനറേഷനിലെ ഒരു പ്രശ്നം, നോന്ന് കുഞ്ഞുങ്ങൾ കേൾക്കരുത്, നെഗറ്റീവ് ഒന്നും കേൾക്കാനിടയാവരുത്. ഈ ലോകം നെഗറ്റീവും കൂടെ ഉള്ളോ, അതിനകത്താണ് ജീവിക്കുന്നത്. പന്നിക്കും പട്ടിക്കും തേനീച്ചയ്ക്കും ഭക്ഷണം ഈ ലോകത്തുണ്ട്. നിനക്ക് വേണ്ടത് നിനക്ക് എടുക്കാം, അല്ലാതെ 20 കിലോ തിന്നു പറഞ്ഞ് പന്നിയുടെ ഭക്ഷണം തേനീച്ച പോയി എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ കുറെ കൂടെ ഒരു കൺട്രോൾ പറ്റുന്നില്ല. എൻ്റെ മക്കൾ അഡൾട്ട്സ് ആയതുകൊണ്ട് ഞാൻ നടത്തി കൊടുത്ത കല്യാണമാണ്. അതുകൊണ്ട് ഇനി അവരിങ്ങോട്ട് വന്ന് ചോദിക്കാത്ത ഒരു സംശയത്തിൽ ഞാൻ ഇടപെടേണ്ടതില്ല. ഈ കാര്യത്തിൽ ചെറുപ്പക്കാരായ ദമ്പതികളെ പോലെ വൃദ്ധരായിട്ടുള്ള ഇൻലോസിനും പേരൻസിനും ശ്രദ്ധ ആവശ്യമാണ് എന്നേ പറയുന്നുള്ളൂ. സ്പെസിഫിക് ആണ് ചോദ്യമെങ്കിലും ഉത്തരം പറയാവുന്നതാണ്. പക്ഷെ പരസ്യമായിട്ടൊരു സെഷനിലാകുമ്പോൾ ഇത്രയും അതിന് പറയുന്നത് മതിയാകും എന്ന് കരുതുന്നു. സാർ ചോദിച്ച ചോദ്യത്തിന്റെ അവസാനത്തെ ഭാഗം, ചർച്ച് ഇതിന് അപ്ഡേഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? അത് എനിക്ക് തോന്നിയത് നമ്മുടെ അച്ഛനാണ് കുറച്ചുകൂടി കാര്യം, റെജി ഡാൻ ഫിലിപ്പോസ് അച്ഛനായിരിക്കും കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ. ഇതിന് നേരമുണ്ടോ സഭയ്ക്കെന്നുള്ള ഒരു ചോദ്യമുണ്ട്. കണക്കും വായിച്ച് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJPയും കൂടെ നടത്തിയതിനേക്കാൾ മൂപ്പായിട്ട് ട്രസ്റ്റി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് നടക്കുന്ന, ഞാൻ അതിനെ കുറ്റം പറയുന്നതല്ല, തെരഞ്ഞെടുപ്പിനെ ഞാൻ മോശമാക്കുകയല്ല, തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്. പക്ഷേ അതിലേക്ക് എനർജി കളയുമ്പോൾ ഇതിനു വേണ്ടി പറ്റുമോ? വരാൻ ആളുകൾക്ക് നേരമുണ്ടോ? വിളിച്ചാൽ വരുമോ? ഇതൊക്കെയാണ് ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഈ സത്യാനന്തര കാലത്തിന്റെ ഒരു പ്രത്യേകത, കാതിനിമ്പമാകുമാറ് കേൾക്കുന്നത്, സുഖിക്കുന്ന തരത്തിൽ കേൾക്കുന്നത് മാത്രമാണ് ഇഷ്ടം. അല്ലാതെ ഇപ്പം മുതിർന്ന അച്ഛൻ, ഇപ്പൊ എനിക്ക് MC മാണിയച്ഛൻ, MO ഉമ്മനച്ഛൻ സീനിയർ, അവരൊക്കെ ചില പ്രസംഗങ്ങളിലൊക്കെ ചോദിക്കുന്നത് നമ്മളെ ഇടിച്ചു കളയുന്നത്. ഇപ്പം അങ്ങനെ ധൈര്യമൊന്നുമില്ല. ഇപ്പം കർണരസമാകുമാറ് ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ പറയുക അല്ല, ഇന്നത്തെ കുഴപ്പമുണ്ട് എന്ന് പറയുന്നത്. രഹസ്യമായിട്ട് സംസാരിക്കുമ്പോൾ പല ആളുകളും പറയുന്ന സങ്കടങ്ങളാണ്. അതിനൊന്നും നേരമില്ല. സമൃദ്ധിയുടെ, പണത്തിന്റെ, ആഡംബരങ്ങളുടെ, സ്വജനപക്ഷപാതത്തിന്റെ ഒക്കെ രീതികളായി കഴിയുന്നു. സൗമ്യതയുടെയോ ക്ഷമയുടെയോ സാരമില്ല പോട്ടെ എന്ന് പറയുന്നതിനോ, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? ഭക്ഷണം വല്ലതും കഴിച്ചാണോ? ഭക്ഷണം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ, ദൈവത്തിന്റെ ഒരു ദാനവും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ, അവഗണന കാണിക്കാതിരിക്കാൻ, ബുഫെ വിളമ്പുന്നിടത്ത് ഭക്ഷണം എറിഞ്ഞു കളയുന്നത് പാപമാണെന്ന് പഠിപ്പിക്കാൻ പറ്റാത്ത ഒരിടവകയുണ്ടെങ്കിൽ, മനുഷ്യരുണ്ടെങ്കിൽ, നമ്മൾ പതിയെ സമൃദ്ധിയുടെ പ്രോസ്പെരിറ്റി മാത്രമല്ല ഇതിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ആ തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അതിന് ചുമതലപ്പെട്ടവരും ശേഷിയുള്ളവരും ചെയ്യണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം എൻ്റെ കഥകിന്റെ വിജാഗിരി പറഞ്ഞു പോയി എന്നിരിക്കട്ടെ. എനിക്കറിയാം ഇതെങ്ങനെ ഉറപ്പിക്കേണ്ടതെന്ന്. എനിക്കൊരു 12 സ്ക്രൂ ഡ്രൈവറും തന്നെ ഉറപ്പിക്കാം. പക്ഷെ ഞാൻ ഉറപ്പിക്കത്തില്ല. 9ാം ക്ലാസ്സിൽ തോറ്റിട്ട് കാർപ്പൻറ്ററി പഠിച്ചുകൊണ്ട് നടന്ന് ഇപ്പൊ 50 വയസ്സുള്ള PhD ഇല്ലാത്ത ഒരു കാർപ്പൻറ്ററെ ഞാൻ വിളിക്കും. വൈ? എനിക്കതിന്റെ സയൻസ് മൊത്തം അറിയാം, വിജാഗിരി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുമാണ്. ഞാൻ ഇത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ കഥക് തുറക്കാൻ പറ്റത്തില്ല, തുറന്നാൽ പിന്നെ അടയ്ക്കാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് ഈ സ്കിൽ അറിയാവുന്ന ഒരുത്തനെ വിളിക്കണം. നമ്മുടെ പിള്ളേരും തന്തതള്ളമാരും എന്തെങ്കിലും അറിയാൻ വയ്യാന്ന് സമ്മതിക്കോ? എനിക്കെല്ലാം അറിയാം. ആദ്യം പ്രഗ്നന്റ് ആയപ്പോൾ മരുമോളോട് അമ്മായി പറഞ്ഞു, മോളെ ഇങ്ങനത്തെ കാര്യം ഐ നോ എവരിതിങ് അമ്മച്ചി എന്നാണ് മരുമോളുടെ മറുപടി. എന്ന് പറഞ്ഞ പോലാണ് നമ്മൾ രക്ഷകർത്താക്കൾക്കെല്ലാം അറിയാം, അച്ഛന്മാർക്കെല്ലാം അറിയാം, മെത്രാച്ചന്മാർക്കെല്ലാം അറിയാം. അറിയണമെന്നില്ല. നമുക്ക് നല്ല അച്ഛനും മെത്രാച്ചനും ഉള്ളപ്പോൾ തന്നെ നമ്മൾ മേശിരി പണിക്ക് ഒരു മേശിരിയും കയ്യാളെയും വേറെയല്ലേ വിളിക്കുന്നത്? അതോ അച്ഛനും മേശിരിയും കൂടെ ഇറങ്ങി പണി ചെയ്യുകയാണോ ചെയ്യുന്നത്?
അല്ല, പണി ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് പള്ളിയുടെ മേളിൽ കയറി ഷീറ്റ് ഇട്ടിട്ടുണ്ട്, കൂവച്ചലിലും കൊണ്ണിയിലും ഒക്കെ. അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷെ നമുക്ക് അറിയാൻ വയ്യാത്തടത്ത് ഒരു സ്പെഷ്യൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നുന്നിടത്ത് ഒരു എക്സ്പേർട്ടിനെ വിളിക്കുന്നത്, ചികിത്സ ആവശ്യമാണെന്ന് തോന്നിയാൽ സൈക്യാട്രിയിൽ ആവശ്യമാണെങ്കിൽ അതുൾപ്പെടെ സൗമ്യമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിശീലനം നമുക്കുണ്ടാകണം. അതിന് വലിയ കുഴപ്പമില്ലെന്ന് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ സഭയിൽ പറയാനും കൂടെ പറ്റിയാൽ അത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു സ്നേഹപൂർവമായ ആലോചന പറയുവാൻ. ഇതൊരു ആലോചന പറയുന്നതേ ഉള്ളൂ, നിർബന്ധമായിട്ടൊന്നുമല്ല. ഓക്കെ ഓക്കെ. ബെഞ്ചമിൻ കൈ കാണിച്ച്, എനിക്ക് തോന്നുന്നു ബെഞ്ചമിനോട് ചോദിച്ചിട്ട് ബെന്നി സാറ് വോട്ട് ഓഫ് താങ്ക്സ് പറയാം. ബെഞ്ചമിൻ അതിന്റെ മറുപടി എബിഎച്ച്എം പറയും. ബെഞ്ചമിൻ ഞാൻ പറയേക്കാമോ? ഞാന് ആദ്യമേ തന്നെ ബെന്നി സാറ് റെജി ഡാനച്ചനെ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അച്ഛനിപ്പോഴേ ലാഹ സെന്തോം മാർത്തോമ ഇടവകയിലല്ല. അച്ഛനിപ്പോൾ അതിനുശേഷം രണ്ട് ടേം മുമ്പാണ് അച്ഛന് റെജി ഡാനച്ചൻ ലാഹ സെന്തോം മാർത്തോമ ഇടവകയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോന്നിക്കടുത്ത് മുതുപേഴുങ്കൽ ഇടവകയുടെ വികാരിയാണ്. രണ്ടാമതൊന്ന്, അച്ഛന് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ ആഡ് ചെയ്യാൻ 2 പുസ്തകങ്ങളോട് എന്റെ ഓർമ്മയിലുണ്ട്. ഒന്ന് ലളിതം എന്നൊരു പുസ്തകം അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ പ്രചോദനമേകുന്ന മിഷണറി ബാല്യങ്ങൾ എന്നൊരു പുസ്തകം അച്ഛൻ എഴുതിയിട്ടുണ്ട്. ഈ 2 പുസ്തകങ്ങളും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ദൈവം അനുവദിച്ചാൽ CSS അടുത്ത സാഹിത്യവാരത്തിന്റെ സമയത്തേക്ക് ഈ ലളിതം പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് എഡിഷൻ പ്രസിദ്ധീകരിക്കാൻ താല്പര്യപ്പെട്ട് അതുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എബി തോമസ് അച്ഛൻ എഴുതിയ ചിന്തയിലെ ചതിക്കുഴികൾ എന്ന ഒരു പുസ്തകം ഉണ്ട്. അത് ഈ അടുത്ത സമയത്ത് എന്റെ കൈവശം വന്നു ചേർന്നതാണ്. നല്ലൊരു പുസ്തകം. ചിന്തയുടെ പ്രത്യേകതകളെ കുറിച്ചും മനോഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ അത് ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളെ കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുന്ന പുസ്തകമാണ്. എനിക്ക് എബി തോമസ് അച്ഛൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള 1-2 ചോദ്യങ്ങൾ. ഒന്ന്, ഈ മൊബൈൽ ഫോൺ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് സഹായം നൽകുന്നതിന് എന്തെങ്കിലും സംവിധാനം നമ്മുടെ കേരള സമൂഹത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആ രംഗത്ത് നല്ല ട്രെയിനിങ്, കൗൺസിലേഴ്സിന് നല്ല ട്രെയിനിങ് കൊടുക്കുന്ന എന്തെങ്കിലും സംവിധാനം ഏതെങ്കിലും സ്ഥലത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടോ? അങ്ങനെയുള്ള സെന്ററുകൾ നമ്മുടെ സഭയായിട്ടും മറ്റ് സംഘടനകളായിട്ടുമൊക്കെ ആരംഭിക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ട് ആണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെയുള്ള സെന്ററുകളോ അതിന് പരിശീലനം നൽകുന്ന ഇടങ്ങളോ എവിടെയുണ്ടെങ്കിലും ഉള്ളതായിട്ട് അറിയാമെങ്കിൽ അതൊന്ന് പറയണം. പൊതുവായിട്ടുള്ള എല്ലാവർക്കും സഹായകമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. പിന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ച് പറഞ്ഞല്ലോ. ആ പ്രസ്ഥാനം, എനിക്ക് തോന്നുന്നത് ഈ വലിയൊരു നമ്പർ ആളുകൾ ഇതിനകത്തൊക്കെ മെമ്പർഷിപ്പ് എടുക്കുകയും അത് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് ഇലക്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വോട്ട് വരുന്ന സമയത്ത് ഇത് അതിനകത്ത് പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മുന്നേറ്റങ്ങൾക്കകത്ത് ഇതിന്റെ പുറകിൽ ആരാ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അജ്ഞാതരായിട്ടുള്ള ആളുകൾ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിരുന്നുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ, ഇതുപോലെയൊക്കെയുള്ള മുന്നേറ്റങ്ങളെ നയിക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ അപകടമില്ലേ? ഇതുപോലെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ ആരാണെന്നും എവിടെയാണെന്നും അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് സാധിക്കും എന്ന് വരികയാണെങ്കിൽ ചൈനയിലോ അമേരിക്കയിലോ ഒക്കെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്ന് ഒരു ഇളക്കിയാല് കോടിക്കണക്കിന് ആളുകൾ അംഗങ്ങളാകുകയും അവരുടെ കൂടെ ചേരുകയും ചെയ്യുമെന്ന് വരികയും ഇവിടുത്തെ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ സാധിക്കുകയും ചെയ്യാൻ പറ്റും എന്ന് വരുന്നത് അതിനൊരു വലിയ അപകടാവസ്ഥയില്ലേ? ജനാധിപത്യത്തിന് ഒരു വലിയ അപകട സാധ്യതയില്ലേ? അത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യമല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്.
ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ബെഞ്ചമിൻ. ബെഞ്ചമിൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. മൊബൈൽ അഡിക്ഷന് ചികിത്സ പോലെ നൽകുന്ന ഒരു സ്ഥലം എൻ്റെ പരിചയത്തിലുണ്ട്, കാരണം ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്ന് അദാനിയുടെ ടീം നടത്തുന്ന അവിടുത്തെ ഫിനിഷിംഗ് സ്കൂളുണ്ട്. ആ ഫിനിഷിംഗ് സ്കൂള് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം പക്ഷെ അവർക്ക് അവിടെ ഇല്ല. അത് പോർട്ടിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് വെച്ച് നടത്തുന്ന ഒരു ക്ലാസ് ആണ്. അതൊരു ഫിനിഷിംഗ് സ്കൂൾ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത് മാത്രമാണ് എനിക്ക് അറിയുള്ള ഇത്. മറ്റേത് ഇപ്പൊ സഭയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പലയിടത്തും അതിനിങ്ങനെ ഒരു ഉപദേശം നൽകി വിടുന്നു എന്നുള്ളതാണ് പലരും ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഇഫക്റ്റീവായിട്ട് അറിയത്തില്ല. മൊബൈലിന്റെ കുടുക്കിൽ നിന്ന് ഒരു 80% രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്കും അവരുടെ പേരൻസിനും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാത്രമാണ് അവിടെ ഇതുവരെ ചികിത്സ നൽകിയിട്ടുള്ളത്. കുട്ടികൾക്കും അവരുടെ പേരൻസിനും സമ്മതമായിരിക്കണം, രേഖാമൂലം അത് എഴുതി തരണം. അവിടുത്തെ അത് 10 ദിവസം താമസിച്ചുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ്. മനഃശാസ്ത്രപരമായിട്ടുള്ള ഇതുണ്ട്. ചില കുട്ടികൾ അതിൽ അഡിക്ഷനിലേക്ക് പോയാൽ അതിന് അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരുടെ മനസ്സിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ മെഡിസിനും കൊടുക്കേണ്ടതായിട്ട് വരും, സൈക്കാട്രിക് മെഡിസിൻ. പേഴ്സണലി എനിക്ക് അതിനോട് വലിയ അടുപ്പമില്ല. ഞാൻ അവർക്ക് ക്ലാസ്സുകൾ എടുക്കാനാണ് പോകുന്നത്. വിഴിഞ്ഞം പോർട്ടിലെ അദാനിയുടെ ഒരു ഫിനിഷിംഗ് സ്കൂളുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഈ കോക്രോച്ചിനെ കുറിച്ച് പറഞ്ഞ ഈ കാര്യം അത് സത്യമാണ്, ആൾക്കൂട്ടം. പക്ഷെ ഇതാണ് ജെൻസിയുടെയും ലേറ്റസ്റ്റ് ജനാൽഫയുടെയും പ്രത്യേകത. ഇപ്പൊ കേൾക്കുന്നതിനകത്ത് എടുത്ത് ചാടുക, ഇതാണ് എല്ലാം. ഈ മൊമെന്റ്, ലിവ് ദിസ് മൊമെന്റ്. നാളെ ഉണ്ടോന്ന് അറിയത്തില്ല. ആത്മഹത്യ ചെയ്യാം അല്ലാതെ അങ്ങ് തോന്നിയാൽ നാളെ അങ്ങ് ചെയ്തേക്കണം, അതിനൊന്നും ഗൗരവമാക്കി എടുക്കണ്ട. അപ്പൊ ഇത് പുതിയ ജനറേഷന്റെ ഒരു കാര്യമാണ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പൊ പാറ്റായാണ്, അതുകൊണ്ട് പാറ്റായാണ് എല്ലാം എടുത്തിയാണ്. ഈ തരത്തിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനല്ല. സീരിയസ് ഐ ഡോണ്ട് കെയർ, നിങ്ങൾ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ആ കാര്യത്തെ കാണുന്നത്. തന്ത വൈബ് തള്ള വൈബ്. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും. പക്ഷേ ഫേസ്ബുക്കൊക്കെ നിങ്ങൾ കളവന്മാരുടെയാണ് എന്ന് പറയും. ഇതൊരു കമ്പനിയുടെ 3 സംഗതികളാണ് എന്ന് പറയും. അതുപോലെ സെലിബ്രേറ്റ് ദിസ് മൊമെന്റ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. പക്ഷെ അവിടെ വരുന്ന ഒരു പ്രശ്നം, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പൊ നമുക്കത് പറയാനായിട്ട് മാർഷ്മെല്ലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനെയും ഒക്കെ സംബന്ധിച്ചുള്ള. അത് നെറ്റിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഠനമാണ്. കുട്ടികൾക്കെല്ലാം ചോദിക്കുന്ന ഉടനെ കിട്ടുന്ന ഇപ്പോഴത്തെ സന്തോഷം നാളത്തേക്കൊന്നുമില്ല. നാളെ ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ വലിയ ക്രൈസിലൂടെ വന്ന് അന്നേരം മരിക്കണമെങ്കിൽ ഞാനങ്ങ് മരിക്കും. ഈ തരത്തിലാണ് ഇന്നത്തെ മൊമെന്റ്. ഈ മൊമെന്റിന്റെ സുഖം, സന്തോഷം, സൗഖ്യം. അതിന് സ്നേഹിക്കുകയും കരുതുകയും വാത്സല്യിക്കുകയും ഓമനിക്കുകയും വിട്ടുകൊടുക്കുകയും കരുതുകയും ക്ഷമിക്കുകയും ഒന്നുമില്ല. ഒരു തരത്തിലുള്ള കഷ്ടപ്പാടും അനുഭവിക്കരുത്, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എടുക്കരുത്. അതൊക്കെ നെഗറ്റീവ്സാണ്. പക്ഷെ നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവും കൂടെ ചേർന്ന ഈ ജീവിതത്തെ ഇങ്ങനെ ആക്കി തീർക്കുക. മുഴുവൻ നേരവും കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ ആയത് അല്ല. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് സമയമുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ടായിരിക്കും. ആ പട്ടിണിയും കൂടെ ചേർന്നാണ് ഇതുണ്ടായിക്കൊണ്ടിരുന്നത്, ഇല്ലേ? അതുകൊണ്ട് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനകത്ത് അപകടകരമായ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ബെഞ്ചമിൻ ചോദിച്ച ഒരു കാര്യത്തോട്, ഇരുന്ന് പഠിക്കാൻ ആർക്കും സമയമില്ല. എല്ലാവരും നരിപ്പാച്ചില്ലാക്കാം ഇരിക്കാൻ. ഇപ്പൊ ഏകദേശം 30ഓളം തരത്തിലുള്ള ധ്യാനങ്ങൾ പരിശീലിക്കുന്ന ഒരു സെഷൻ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അതും വിഴിഞ്ഞത്തെ ഇതിനോട് ചേർന്ന് ഓഫീസേഴ്സിന് വേണ്ടി നടത്തിയ, മനസ്സിനെ ഒന്ന് തഞ്ചപ്പെടുത്താനാണ്. ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയ്യോ അത് ചെയ്യണമെന്നുണ്ട് സാർ, പക്ഷേ സമയം കിട്ടത്തില്ല. സമയം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? സമയം എടുത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മോദിക്കും ട്രംപിനും നമുക്കും ഒരേപോലെ 24 hours സമയം എടുത്ത് ചെയ്തെങ്കിൽ, സമയം കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിക്കാൻ സമയം കിട്ടിയിട്ടാണോ ചെയ്തത്? നമ്മളൊരു മരണവാർത്ത അറിഞ്ഞിട്ട് പോകുന്നു, സമയം കിട്ടിയിട്ടാണോ? സമയം എടുക്കുക. ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരുന്നു, സമയം കിട്ടുമ്പോൾ പോയി കിടക്കുകയാണോ? അല്ല, കിടക്കേണ്ടി വന്നുകൊണ്ട് സമയം കണ്ടെത്തുന്നു എന്നുള്ളത്. അപ്പം സമയം കണ്ടെത്താൻ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ സാധിക്കും. അതിന് ജീവിതത്തിൽ എൻ്റെ പ്രാധാന്യമുള്ള കാര്യം എന്താണ് എന്ന് അല്പം കൂടെ ഒരു സ്നേഹത്തോടും കരുതലോടും കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എളുപ്പമായി തീരും. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഫോറിനേഴ്സ് വെളിയിലോട്ട് പോകുന്നു, പണം ഉണ്ടാക്കണം. പണം കൊണ്ട് മണി ക്യാൻ ബൈ വാട്ട് മണി ക്യാൻ ബൈ. പക്ഷെ പണം കൊണ്ട് എല്ലാം നടക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയുള്ളത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്.
അച്ഛാ. ഓക്കെ. ജോർജിയോൻ സാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. അതോടെ കഴിഞ്ഞാൽ ബെന്നി സാറ്, ബെന്നി പരമണൻ സാറ് ഇടപെടും. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. കേൾക്കാമോ? കേൾക്കാം. ഈ പഴയ കാലത്തെ ഈ ചർച്ചുകളിൽ, ഞാനിപ്പം ഒരു ഇടവകയുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഇടവകയിലെ അച്ഛന്മാർക്ക് ഒരു അച്ഛന് 4 ഇടവക അല്ലെ 3 ഇടവകയൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ ലേമന് ഒരു സ്പിരിച്വൽ ഫീൽഡിൽ കൂടെ ശ്രദ്ധിക്കാനായിട്ട് അവസരമുണ്ടായിരുന്നു. ഇപ്പോഴത് അവസരങ്ങൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്നു. ഒരച്ഛൻ തന്നെ തുടങ്ങുമ്പം പ്രാർത്ഥിക്കുന്നു, ഒരച്ഛൻ തന്നെ പ്രസംഗിക്കുന്നു, ആ പ്രസംഗവും കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അവസാനവും പ്രാർത്ഥിക്കുന്നു. ലേമനെങ്ങും ഒരു സ്ഥാനവും ഇല്ലാതായി പോകുന്നില്ലേ എന്നെനിക്കൊരു സംശയം. എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതുമൂലം നമുക്ക് ലേമൻ, അതായത് അങ്ങനെയുള്ള കൊച്ചു ചെറുപ്പക്കാർ മുതൽ അങ്ങോട്ട് ഈ ഫീൽഡ് അവർ വിടുക. സൺഡേ സ്കൂളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കാര്യം മത്സരം. ആ ഒരു കാര്യം ദോഷമുണ്ടാക്കുന്നില്ലേ എന്ന് എൻ്റെ ഒരു സംശയം. താങ്ക് യു. ഈ ഇല്ലായ്മയ്ക്കും സാറ് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഇല്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും ഒക്കെ ഉണ്ടായിരുന്ന ചില നന്മകളുണ്ട്. ഞാൻ അതിനെ ഐഡിയലൈസ് ചെയ്യുകയല്ല. ഞാൻ ഈ കാര്യം ഈയിടെ നമ്മുടെ മുതിർന്ന ഒരു അച്ഛനോട് ചോദിച്ചോണ്ട് അച്ഛനോട് പറഞ്ഞു, ഇപ്പൊ ഈ സാറ് പറഞ്ഞ കാര്യം വചനാനുസൃതമാണ്. ഞാനല്ലാതെ അന്യദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നുണ്ട്. അത് ഞാൻ പാരീഷിൽ അങ്ങ് പാലിക്കുക. ഞാനല്ല, ഒരുത്തിനെ പ്രാർത്ഥിപ്പിക്കാൻ വയ്യ, ഒരാൾക്ക് ഒരു ചുമതല കൊടുക്കാൻ വയ്യ, ഒരാളെ കൂടെ ചേർത്ത് നിൽക്കാൻ വയ്യ എന്നുള്ള തരത്തിൽ വരുന്നുണ്ട്. പണ്ടാണെങ്കിൽ ഇതിന് ക്ഷാമം ഉണ്ടായിരുന്നു. ഇപ്പം അച്ഛൻ 4 ഞായറാഴ്ച പള്ളിയിലില്ല. ഇടവ മിഷന്റെ ഒരാള് സെക്രട്ടറി അല്ലെ അൽമാശുശ്രൂഷകനായിരിക്കുന്ന ആള് അറിയാവുന്ന പോലെ ഒരു വചന ശുശ്രൂഷയൊക്കെ നടത്തി ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ആവശ്യം കുറഞ്ഞു. സഹകരിപ്പിക്കാൻ മനസ്സുള്ളവരുടെ എണ്ണവും ഒരുപക്ഷെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവരും അങ്ങനെയൊന്നും അല്ല, പക്ഷെ അങ്ങനെ ആയിട്ടുള്ളവര് വളരെ കൂടുതലുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ഇത് കുറച്ചുകൂടി ഒരു മാനേജ്മെന്റ് ജോബായി, ഒരു സ്പിരിച്വൽ സർവീസ്, ആത്മീകമായിട്ടുള്ള ഒരു കരുതലിന്റെ, ഉറപ്പിക്കലിന്റെ, കൂടെ ചേർത്ത് നിർത്തലിന്റെ ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള, കാരണം പണ്ടത്തേനേക്കാൾ ഇപ്പം വിദ്യാഭ്യാസമൊക്കെ ആയി, ഈ പഠനങ്ങൾ, അറിവൊക്കെ വർദ്ധിച്ചു. ഐ നോ എവറിത്തിങ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, പൊതുവെ എല്ലാവർക്കും വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വിനയപര ദൈവസന്നിധിയിലും ദൈവാലയത്തിലും മനുഷ്യന്റെ സന്നിധിയിലും വിനയപ്പെട്ട് കാര്യങ്ങളെ ചർച്ച ചെയ്യാമെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, ഒരുമിച്ചിരുന്ന് കാര്യങ്ങളെ പറയാൻ, വിഷമങ്ങളോ സങ്കടങ്ങളോ ആണെങ്കിൽ പറഞ്ഞു തീർക്കാൻ ഒക്കെ നമുക്ക് പറ്റേണ്ടതുണ്ട്. അതിന് പറ്റാത്തത് കൊണ്ടാണ് പ്രൊഫഷണൽ കൗൺസിലിങ്ങിൽ പൈസ കൊടുത്തു പോയിരുന്ന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത്. സൈക്യാട്രിയിൽ ആള് കൂടുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം അതാണ്. പ്രിയപ്പെട്ട അച്ഛനെ കൂട്ടിച്ചേർക്കാം. എനിക്കൊന്ന് സംശയങ്ങളുടെ സമയം കഴിഞ്ഞ ഐ എം അവൈലബിൾ. ബഹുമാനപ്പെട്ട റെജി ഡാൻ അച്ഛൻ, ബഹുമാനപ്പെട്ട എബി തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഒരു വെബിനാർ കൂടി സമാപിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വളരെ അത്യാവശ്യമായ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നാം ഇന്ന് കേൾക്കുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. വിവര വിസ്ഫോടനത്തിൽ കുടുംബങ്ങൾ ചതിക്കുഴിയിൽ വീഴാതെ സൂക്ഷിക്കുക. പല രീതിയിലും കുടുംബങ്ങൾ ചതിക്കുഴിയിൽ വീഴാം. എന്നാൽ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഇപ്രകാരമുള്ള ഈ സാങ്കേതിക വിദ്യയുടെ പുരോഗമനം മൂലം നമ്മളുടെ കുടുംബങ്ങൾ കാണുന്ന ശൈഥില്യങ്ങളും കുടുംബങ്ങൾ അതുപോലെ തന്നെ വീഴ്ചകളിലേക്ക് പോകുന്നതുമാണ്. ഇന്ന് വെബിനാറിൽ പങ്കെടുത്ത പലർക്കും ഈ ഒരു വിഷയം വളരെയധികം തങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛന് ഇന്ന് നമ്മളോട് പറഞ്ഞത്. ഒത്തിരിയധികം സന്തോഷമുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ നഗ്നമായൊരു സത്യം. പ്രിയപ്പെട്ട അച്ഛൻ AI പറ്റിയിട്ടൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ AI കാരണം, പ്രത്യേകിച്ച് ഈ IT ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ അടുത്ത 10 വർഷത്തേക്ക് ഒത്തിരി പേർക്ക് തൊഴിൽ പോകാനായിട്ടുള്ള കാരണമുണ്ട്. കാരണം അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് AI അങ്ങ് ചെയ്യുകയാണ്.
പല കമ്പനികളും ധാരാളമായിട്ട് അവരുടെ എംപ്ലോയീസിനെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയും നമ്മളുടെ കുടുംബജീവിതത്തിലൊക്കെ ഒത്തിരിയധികം ബാധിക്കും, ഒരു 10 വർഷത്തിനുള്ളിൽ ബാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ നമ്മളുടെ വിദ്യാഭ്യാസ രീതികളൊക്കെ ഒത്തിരി മാറി. പ്രത്യേകിച്ച് ഇന്ന് കിൻഡർ ഗാർഡൻ മുതൽ പല സ്കൂളുകളും കുട്ടികൾക്ക് ക്രോം ബുക്ക്, അതുപോലെ ലാപ്ടോപ്പ് പഠിക്കുവാനായിട്ടും കൊടുക്കുകയാണ്. അവരുടെ ജീവിതത്തിലൊക്കെ അത് ഒരു ഭാഗമായി മാറി. അവർ നോട്ട്സ് എഴുതുന്നില്ല, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നില്ല. എല്ലാത്തിനും അവരൊക്കെയും കൂടുതൽ ആശ്രയിക്കുന്നത് ഇപ്രകാരമുള്ള സംഗതികളെയാണ്. അപ്പോൾ അപ്രകാരം ഒരു ജീവിതശൈലിയിലേക്ക് നാം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ നമുക്കൊരു പിന്മാറ്റം എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഈ കാലം പോകുന്നതനുസരിച്ച് നമ്മളും ആ ഒരു ഒഴുക്കിൽപ്പെട്ട് അങ്ങ് പോവുകയാണ്. ഒരു 10, 30 അല്ലെങ്കിൽ 50 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ലോകം എപ്രകാരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്നാൽ ആ ഒരു അവസ്ഥയിൽ ഇന്നത്തെ വെബിനാർ ഒത്തിരിയധികം പ്രയോജനപ്രദമായി. അതിനായി ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട എബി തോമസ് അച്ഛൻ, ഞാനും ശ്രീകാര്യം ബദൽ മാർത്തോമ ഇടവകയിലെ ഒരു അംഗമായിരുന്നു. പലപ്പോഴും ആ ഇടവകയുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ ഭവനത്തിൽ 2-3 പ്രാവശ്യമൊക്കെ പോകാനിടയായിട്ടുണ്ട്. എന്നാൽ അച്ഛനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്നാണ് അതിനായിട്ടൊരു അവസരമുണ്ടായത്. ഒത്തിരി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട എബി തോമസ് അച്ഛൻ ഈ രംഗത്ത് ഒത്തിരിയധികം സംഭാവന നൽകുന്ന ഒരു അച്ഛനാണെന്ന് അറിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും അച്ഛൻ്റെ ഈ പ്രഭാഷണം കേൾക്കുകയും അതൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഉള്ളൊരു ശ്രമം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛനോട് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് നമ്മളെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ റെജി ഡാനച്ചൻ ഇന്ന് നമുക്ക് മോഡറേറ്റ് ചെയ്യാനായിട്ടുണ്ടായി. അച്ഛൻ്റെ സമയം ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കുകയും വളരെ ഭംഗിയായ രീതിയിൽ പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് ഈ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിനോട് കാണിക്കുന്ന സ്നേഹത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും അച്ഛൻ ഞങ്ങളുടെ മീറ്റിങ്ങുകളെ പ്രകാരമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും എന്ന് വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട റെജി ഡാൻ അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രാരംഭ ഗാനത്തിനും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ രഞ്ജി സാറ്, കുഞ്ഞുമോൻ മാഡം, അവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് അനൗൺസ്മെന്റ് നേതൃത്വം നൽകിയ വി എ ജേക്കബ് സാറാണ്. വി എ ജേക്കബ് സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതിനുശേഷം നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തവർ, അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചവർ, അവരൊക്കെയുമാണ് നമ്മുടെ ഈ വെബിനാറിനെ ഈ സമ്പുഷ്ടമാക്കുന്നത്. അവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ബെഞ്ചിസാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയും കറക്റ്റ് ചെയ്യുകയും ചില കാര്യങ്ങളൊക്കെയും ആഡ് ചെയ്തതൊക്കെയും ഒത്തിരി സന്തോഷമുണ്ട്. ബെഞ്ചിസാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നത് നമ്മുടെ ജോസ് മാത്യു ആണ്. ജോസ് മാത്യു ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സർവോപരി ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിങ്ങിന് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത് വിൽസൺ കരിമന്നൂർ സാറാണ്. സാറിന് ഇന്ന് പ്രാരംഭ കാര്യങ്ങളൊക്കെയും സാറാണ് ചെയ്യേണ്ടത്. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു അസൗകര്യം മൂലം സാർ എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ വോട്ട് ഓഫ് താങ്ക്സും അങ്ങനെ എല്ലാം പറയുന്നത്. പ്രിയപ്പെട്ട വിൽസൺ കരിമന്നൂർ സാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും നേർന്നു നൽകുന്നതിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട റിജി ഡാൻ അച്ഛനോടും അതുപോലെ ഡോക്ടർ എബി തോമസ് അച്ഛനോടുമുള്ള നന്ദി, എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. നമ്മുടെ ഒരു ബെഞ്ചമിനെ പ്രാർത്ഥിക്കണം. കാരണം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞു നമ്മൾ തന്നെ ഒരാൾ തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. എന്നാൽ അതിനകത്തൊരു പങ്കാളിത്തം ഉള്ളത് ഏറ്റവും നല്ലതാണ്. ഈ ബഹുമാനപ്പെട്ട ABHN സൂചിപ്പിച്ച ഒരു കാര്യം, വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെയാണ് സഭ എങ്ങോട്ടും പോകണം, സഭയുടെ ഉത്തരവാദിത്വം എന്താണ്, സഭയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ ഒരു ആവശ്യത്തിൻ്റെ മധ്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള നമ്മൾ വീണ്ടും ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും പുതിയ ഈ കാര്യങ്ങളൊക്കെ ഇടപെടുവാൻ സഭയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബെഞ്ചമിൻ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഈ രാത്രിയുടെ ശാന്തതയിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് ദൈവമേ പഠിക്കുവാൻ, ആലോചിക്കുവാൻ, ചിന്തകളെ പങ്കുവയ്ക്കുവാനൊക്കെ അവിടുന്ന് ഒരുക്കിയ വലിയ അവസരത്തിനായിട്ട് സ്തോത്രം. വിവര വിസ്ഫോടനത്തിന്റെ ഈ കാലത്ത് കർത്താവെ, എത്ര വലിയ ചതിക്കുഴികളാണ് ഞങ്ങളുടെ ചുറ്റുമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ, അത് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, കർത്താവെ ഗൗരവത്തോടുകൂടെ ഞങ്ങളുടെ ഈ കാലത്തെ വിവേചിച്ചറിയുവാൻ അടിയങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഈ ക്ലാസ് ദൈവമേ, അതിന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ട ABHN-ലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ചിന്തകൾക്കായിട്ട് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള നാളുകളിൽ ദർശനത്തോടുകൂടെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ
ദൈവമേ ഞങ്ങളുടെ തലമുറയെ നേരായ പാതയിൽ നയിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കണമേ, സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് നിറച്ചുകൊള്ളണമേ. ദൈവമേ ഞങ്ങളിപ്പോൾ വിശ്രമത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. തുടർന്ന് അടുത്ത ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുവോളവും നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ അവിടുന്ന് നിറച്ചുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ കൃപ നമ്മൾ ഓരോരുത്തരുടെ മേലും, പ്രത്യേകിച്ച് ഇന്ന് നേതൃത്വം നൽകിയായിട്ട് ബഹുമാനപ്പെട്ട ബിഎച്ച്ന്റെ മേലും പങ്കെടുത്ത എല്ലാവരുടെ മേലും, ലൈറ്റ് ടു ലൈറ്റ് ഗ്രൂപ്പിന്റെ എല്ലാ നടത്തിപ്പിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.